ഇന്നത്തെ സന്ദേശത്തിന്റെ ടൈറ്റിൽ ദൈവം തരുന്നത് കരുതുന്ന ദൈവത്തിൻ കൈകളോ നീ. അവനവൻ തന്നെ ചെക്ക് ചെയ്യുക. ദൈവം ചോയ്സ് തരും. അവർ ചോയ്സ് ഈസ് അവർ ടെസ്റ്റ്. എപ്പോഴും മനസ്സിലാക്കിക്കോളണം, അവർ ചോയ്സ് ഈസ് അവർ ടെസ്റ്റ്. അപ്പൊ പിശാച് എപ്പോഴും എന്ത് തരുള്ളൂ? ബെറ്റർ ചോയ്സേ തരുള്ളൂ. പക്ഷെ ഭൂമിയിലേതായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ദൈവം കരുതുന്നത് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം പ്രധാനമായും കരുതുന്നത് മനുഷ്യരിലൂടെ തന്നെയാണ്. എന്നെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ എന്റെ പക്ഷത്തുണ്ട്. അപ്പോ യഹോവ എന്നെ എങ്ങനെ സഹായിക്കണേ? എന്നെ സഹായിക്കാൻ യഹോവ പലരെയും തന്റെ കൈകളെ ഒരുക്കിയിട്ടുണ്ട്. പ്രിയ മോനെ, പ്രിയ മോളെ, ജോഷുവ ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തിലെത്തിപ്പാൻ ദൈവം തന്റെ ഭുജമായി ഉപയോഗിച്ചെങ്കിൽ ഈ അന്ത്യകാലത്ത് ദൈവജനത്തെ പലരെ ലക്ഷ്യത്തിലെത്തിപ്പാൻ സഹായിക്കാൻ നിന്നെ ദൈവം ഭുജമായി കണ്ടിട്ടുണ്ട്. നീ യാത്രയില്ല, എങ്ങോട്ട്? ദൈവരാജ്യത്തിലേക്കല്ല, ശിക്ഷാവിധിയിലേക്ക്, നരകത്തിലേക്ക് യാത്രയിലാണ്. കൊല്ലം കൊണ്ടുപോവാ. ഹല്ലേലൂയ. ഇപ്പോ എനിക്കും നിങ്ങൾക്കും വേണ്ടത് ജീവനാണ്. ഇതാ യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ തരാനോ സമൃദ്ധിയായി തരുവാനുമാ. നമ്മൾ ഇതുവരെയും വണ്ടി തിരിച്ചിട്ടില്ല, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ക്രിസ്തു ആകുന്ന വണ്ടി കയറിയിട്ടില്ല. ഇപ്പോഴും ലോകമാണ് നമ്മുടെ മുൻപില്. ഇപ്പോഴും ലോകം നേടാൻ ഓടുന്നേ. എന്നാൽ നമ്മളൊന്ന് മാനസാന്തരപ്പെട്ടാൽ, ഹൃദയം കൊണ്ടൊന്ന് വിരിഞ്ഞാൽ ലോകം പുറയിലായി. എന്നിട്ട് വേണം പറയാൻ ഞാൻ പിൻപിലുള്ളതിനെ മറക്കുന്നു. നിന്റെ അപ്പൻ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും 5.5 ദിവസം മുഴുവൻ അപ്പനായിരുന്നു ഒരുക്കിക്കൊണ്ടിരുന്നത്. 6-ാം ദിവസം മനുഷ്യൻ സൃഷ്ടിച്ചു. ഈ മനുഷ്യന് വേണ്ടി 5.5 ദിവസം അപ്പനാ ഒരുക്കിയത്. ഇത് അപ്പന്റെ ഒരു പ്രത്യേകത. മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ആണ് അപ്പൻ, കരുതുന്നതാണ് അപ്പൻ. അതിനെക്കുറിച്ച് നമ്മൾ കേട്ടെ, കരുതുന്നവൻ ഞാനല്ലയോ? നമ്മൾ കേട്ടില്ലേ? നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നു. അപ്പൊ ഈ കരുതിയിരിക്കുന്ന അറിയാവുന്ന പുത്രൻ പറയാണ്, മുമ്പേ നീ എന്തന്വേഷിക്കണം? ദൈവരാജ്യം അന്വേഷിക്കണം. അപ്പന്റെ അധികാരത്തിന്റെ കീഴിൽ ജീവിക്കാൻ നീ അന്വേഷിക്കുക. നിന്റെ ഉള്ളിൽ അപ്പൻ വാസം ചെയ്യാൻ ഒരു ഇടമുണ്ടാക്കി കൊടുക്കുക. അതോട് കൂടെ നിനക്ക് വേണ്ടത് നിന്നെ അന്വേഷിച്ച് വരാൻ തുടങ്ങും. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട, നമ്മളെ കരുതുന്നവരായി ഡിസൈൻ ചെയ്തെങ്കിലും നമ്മളുടെ ജീവിതത്തിലെ വിശ്വസ്തതയില്ലായ്മ നമ്മൾ അതിലേക്ക് എത്തിക്കത്തില്ല. ഗൃഹവിചാരകന്മാരായി ദൈവം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗൃഹവിചാരകന്മാരിൽ ദൈവം അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. എപ്പോൾ ശ്രദ്ധിക്കുക, വിശ്വസ്തരായിരിക്കണം എന്നുള്ളത്. മനസ്സിലായോ? ദൈവത്തിന്റെ ഭാഗമായി മാറും. പിന്നെ നിനക്ക് വേണ്ടി ദൈവം കരുതും. ആ കരുതൽ ദൈവം കരുതുമ്പോ നീ ഒരു പ്രധാനപ്പെട്ട വിശ്വസ്തനായ ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെയും കരുതാൻ ഉപയോഗിക്കും. ആരെ പോലെ? നോഹയെ പോലെ, മോശയെ പോലെ, ജോഷുവെ പോലെ, യേശുവെ പോലെ നിന്നെയും ദൈവം കരുതാൻ ഉപയോഗിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ ഒരു പീരീഡ് വരുന്നുണ്ട്. ദൈവം അതിനെ വളരെ വ്യക്തതയോടെ പറഞ്ഞു. ഈ ലോകത്തിന്റെ എക്കോണമിയിൽ നിന്ന് ദൈവമക്കളെ തള്ളി പുറത്താക്കും. വിൽക്കാനും വാങ്ങാനും ആന്റി ക്രൈസ്റ്റിന്റെ മുദ്രയുള്ളവനല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. മുദ്ര എടുത്താൽ സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നു, നീ തീപ്പൊയ്കലേക്ക് നിന്നെ തള്ളും. ഇത് വല്ലതും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടോ? എന്റെ മക്കളെ, ഈ അന്ത്യ സമയത്ത് ദൈവത്തിന്റെ കരുതുന്ന കരങ്ങളായി ദൈവം നിങ്ങളിൽ ചിലരെ കാണുകയാണ്. അപ്പൊ കരുതുന്ന കരങ്ങളായി നിലകൊള്ളണം. നിങ്ങളൊരു കാഷ്വൽ കരുതുന്ന കരങ്ങളല്ല, ദൈവാത്മാവ് നയിക്കപ്പെടുന്ന കരുതുന്ന കരങ്ങൾ. കാഷ്വൽ കരുതുന്ന കരങ്ങളൊക്കെ തട്ടി താഴെ പോകും. ദൈവാത്മാവാൽ നയിക്കപ്പെട്ട് കരുതുന്ന കരങ്ങളായി ദൈവം നമ്മളെ ആഗ്രഹിക്കുക. ഈ ഉറുമ്പിന്റെ അടുക്ക ചെല്ലുക, അതിന്റെ വഴികൾ നോക്കി ബോധ്യപ്പെടുക. അതിന് നായകനും മേൽവിചാരകനും ഇല്ലാഞ്ഞിട്ടും അത് വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്ത് കാലത്ത് അത് ആഹാരം ശേഖരിക്കുന്നു. പിടുത്തം കിട്ടിയാ? ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ ഒന്ന് ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ഇപ്പോഴായിരിക്കുന്നത് ഒരു ടെസ്റ്റ് മാത്രമാണ്. ജീവിതം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഉഴപ്പരുത്. ഉഴപ്പിയാൽ ഉണ്ടാകുന്ന നഷ്ടം വലിയതാണ്. വളരെ ശ്രദ്ധിച്ച് നമുക്ക് കിട്ടുന്ന ദൈവം തരുന്ന ഓരോ വചനവും അപ്പോഴപ്പോഴുള്ള ആഹാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, തക്ക സമയത്തെ ആഹാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് സ്വീകരിച്ച് നമ്മൾ ഒരുങ്ങുക. കാരണം ഒരല്പസമയത്തേക്ക് ഈ ശ്വാസം ഉള്ളൂ, തീർന്നു. അതോടുകൂടി മനുഷ്യൻ്റെ ആ പീരീഡ് തീരുക. ഒരല്പസമയം ഇവിടെ ഉള്ളൂ. വി ആർ അണ്ടർ ടെസ്റ്റ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിന് ചില സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തികളോടാണ് സംസാരിക്കുന്നത്. ആരോടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. സ്പെസിഫിക് ആയിട്ടുള്ള ചില വ്യക്തികളോടാണ് ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ ഇത് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാവുന്നതാണ്. ആരൊക്കെയോ ഈ ശബ്ദ കാഴ്ചപ്രതിയിൽ ഉണ്ട്, ഇപ്പോഴുണ്ട്, അല്ല എങ്കിൽ തുടർന്ന് ഇത് ഓൺലൈനിലൂടെ MP3 MP4 ഒക്കെ
തുടർന്ന് കേൾക്കാൻ പോകുന്നവരിലുണ്ടവർ. അപ്പം ആരോടാണ് എന്നുള്ളത് അവനവൻ തന്നെ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിക്കുക, ധ്യാനിക്കുക. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ കടമ. അപ്പോൾ ഇന്നത്തെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ ദൈവം തരുന്നത് കരുതുന്ന ദൈവത്തിൻ കൈകളോ നീ. കരുതുന്ന ദൈവത്തിൻ കൈകളോ നീ. അവനവൻ തന്നെ ചെക്ക് ചെയ്യുക. നമുക്കിങ്ങനെ ഒരു പാട്ട് കേട്ടില്ലേ നമ്മൾ? കരുതുന്നവൻ ഞാനല്ലയോ, ഇല്ലേ? കേട്ടിട്ടില്ലേ? അത് തിരിച്ചു പാടിയ കുറച്ചുകൂടെ നന്നായിരിക്കും. കരുതുന്നവൻ നീയല്ലയോ, കലങ്ങുന്നതെന്തിനു ഞാൻ, അല്ലേ? തിരിച്ചു പാടിയ കുറേ ബെറ്ററാണ്. അപ്പോൾ ഇതൊരു വചന വ്യവസ്ഥയാണ്. ആ വചനം നമുക്കൊന്ന് വായിച്ച് ആരംഭിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. 1 പത്രോസ് 5-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ കോണ്ടക്സ്റ്റ് ഇതാണ്: ദൈവം കരുതുന്നവനാണ്. നിന്റെ സകല ചിന്താകുലവും ആ ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. വായിച്ചേ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ച് 2 സ്പെസിഫിക് പോയിന്റുകളാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വിളിച്ച ദൈവം. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ക്രിസ്തു അല്ല വിളിച്ചത്, ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവാണ് വിളിച്ചത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ക്രിസ്തു ദൈവത്തിൻ്റെ കരുതുന്ന ഭുജമായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭുജം. അപ്പം ഇവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ, ശ്രദ്ധിക്കുക, ക്രിസ്തുവിൽ തൻ്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. അപ്പോൾ സർവകൃപാലുവായ ദൈവം ക്രിസ്തുവിൽ നമ്മളെ വിളിച്ചു. പിടുത്തം കിട്ടിയ നമ്മളിത് ഈ കാലങ്ങളൊക്കെ തിരിച്ചു കളഞ്ഞു. പിശാച് നമ്മളെ തിരിപ്പിച്ചു കളഞ്ഞു. ശ്രദ്ധിക്കുക, വിളിച്ചിരിക്കുന്ന ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ കഴിഞ്ഞ ധ്യാനത്തിന് പാടിയൊരു പാട്ട് ഓർക്കുന്നുണ്ടോ? ദൈവം വിളിക്കുന്നു നിന്നെ ദൈവം വിളിക്കുന്നു, യേശുവിലൂടെ തൻ മകനാകാൻ ദൈവം വിളിക്കുന്നു, നിന്നെ ദൈവം വിളിക്കുന്നു, എന്നെ ദൈവം വിളിക്കുന്നു, ദൈവം വിളിക്കുന്നു, എന്നെ ദൈവം വിളിക്കുന്നു, യേശുവിലൂടെ തൻ മകനാകാൻ ദൈവം വിളിക്കുന്നു, നിന്നെ ദൈവം വിളിക്കുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ കുറെ കാലത്തേക്കല്ല, അല്പകാലത്തേക്ക്. കുറച്ച് നേരമേ ഉള്ളൂ ഇവിടുത്തെ ഡ്യൂട്ടി. ഈ ശരീരത്തിൽ കുറച്ച് നേരമേ ഉള്ളൂ. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ. അപ്പം എൻ്റെ ഉണ്ട് ഇവിടെ. ഇവിടെ എക്സ്കർഷൻ ട്രിപ്പ് അല്ല. ഹല്ലേലൂയ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ സംഭവം ചെയ്യാം. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് വിത്ത് കിട്ടി നെല്ല്.
ആ നെല്ല് ഉള്ള സമയത്ത് നിങ്ങൾക്ക് അത് കുത്തി കഞ്ഞി വെച്ച് കുടിക്കാം. അതോടെ അത് തീർന്നു. എന്നാൽ ബുദ്ധിയുള്ളവരായി ആ നെല്ല് കുത്തി കഞ്ഞി വെച്ച് കുടിക്കാതെ അത് കൊണ്ടുപോയി വിതച്ചാൽ നിനക്ക് ഭാവി മുഴുവൻ ഉപയോഗിക്കാം. എങ്ങനെ വേണേലും ചെയ്യാം. ഈ ജീവിതം ഒരു വിത്ത. ഇവിടെ നിനക്ക് ആഘോഷിച്ച് അവസാനിക്കാം, അല്ലെങ്കിൽ ഇവിടെ സ്വയത്തെ ത്യജിച്ച് ക്രിസ്തു ദൈവത്തിനായി ജീവിച്ചതുപോലെ ആ ക്രിസ്തുവെ അനുകരിച്ച് നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ, സ്വർഗീയ പിതാവിനായി ജീവിക്കുന്നുവെങ്കിൽ നിനക്ക് ഈ ജീവിതം നേടാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഇഷ്ടമായി, നമ്മുടെ ചോയ്സാ. ഹല്ലേലൂയ, നമ്മുടെ ചോയ്സാ. ദൈവം ആരുടെയും ചോയ്സിൽ ഇടപെടുന്നില്ല. ദൈവം ചോയ്സ് തരും. അവർ ചോയ്സ് ഈസ് അവർ ടെസ്റ്റ്. എപ്പോഴും മനസ്സിലാക്കിക്കോളണം, അവർ ചോയ്സ് ഈസ് അവർ ടെസ്റ്റ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ടെസ്റ്റ് അടിക്കാൻ എന്താ തരുന്നത്? ക്വസ്റ്റ്യൻ പേപ്പറല്ലേ തരുന്നേ, അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറല്ലേ തരുന്നേ? ഇവിടെ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ചോയ്സ് തന്നിട്ടാണ്. ആ ചോയ്സ് വരുമ്പോൾ മനസ്സിലാക്കിക്കോ, ടെസ്റ്റ് വന്നു കഴിഞ്ഞു. പക്ഷെ ആരും തിരിച്ചറിയുന്നില്ല. ആദ്യ കുടുംബം നോക്കിയേ, ആരത്തിൻ്റെ ജീവിതം നോക്കിയേ. ആദത്തിന് ചോയ്സ് കിട്ടി. ചോയ്സ് കിട്ടിയപ്പോൾ ആരത്തിൻ്റെ ടെസ്റ്റായിരുന്നു. ആരത്തിന് അറിഞ്ഞുകൂടായിരുന്നു. എന്താണ് ആരത്തിന് കിട്ടിയ ചോയ്സ്? ദൈവം പറഞ്ഞൊരു കാര്യം ആരത്തോട് പറഞ്ഞു, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നീ മരിക്കും. ഹവ്വ ഇല്ലായിരുന്നു ആ സമയത്ത്. ഹവ്വയോട് പുള്ളിക്കാരനാണ് പറഞ്ഞു കൊടുത്തത് ഈ സംഭവമൊക്കെ. സ്ത്രീ പഠിക്കേണ്ടത് പുരുഷനിൽ നിന്നാണ്, കാരണം സ്ത്രീയുടെ തല പുരുഷൻ. തുടർന്ന് പുള്ളിക്കാരത്തി അത് ആരത്തിൽ നിന്ന് കേട്ടു. ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. അപ്പോഴാണ് ചോയ്സ് വരുന്നത്. പിശാചി ഹവ്വയ്ക്ക് ബൈബിൾ ക്ലാസ് എടുത്തു. ഒരു സംശയത്തിൻ്റെ പേരിലാണ് ബൈബിൾ ക്ലാസ് എടുത്തത്. അവസാനം ഹവ്വ പിശാചിൻ്റെ ബൈബിൾ ക്ലാസ്സിൽ വീണു. പിശാചിൻ്റെ ബൈബിൾ ക്ലാസ് ഇതായിരുന്നു: നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ നീ മരിക്കത്തില്ലെന്ന് മാത്രമല്ല, ഓഫർ, നീ ദൈവത്തെ പോലെ ആകും. സംഭവം പിടുത്തം കിട്ടിയ. പിന്നെ അടുത്തതല്ല, ദൈവത്തിനൊരു കുത്തും കൂടി കൊടുക്കണ്ടേ? നിനക്ക് വചനം വരുന്ന വ്യക്തിയുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തണ്ടേ? അതുകൊണ്ട് ഒന്നുകൂടി എന്നോട് പറയാം, എന്ന് ദൈവം അറിയുന്നു. നീ ദൈവത്തെ പോലെ ആകും എന്നുള്ള കാര്യം ദൈവം അറിയുന്നത് കൊണ്ടാണ് ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം നിന്നോട് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യം പോയില്ലേ? ഞങ്ങൾക്കൊരു നല്ലത് വരുന്ന അതിയാന് ഇഷ്ടമല്ലെന്നായില്ല ഹവ്വയുടെ മനസ്സിൽ. പിടുത്തം കിട്ടിയാ? ഇനിയാണ് ആരത്തിൻ്റെ ടെസ്റ്റ്. ആരത്തിന് ചോയ്സ് വരാൻ പോവുക. ഇത്രയും നേരം ആരത്തിന് ചോയ്സ് ഒന്നുമില്ല. നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, അത്രേ ഉള്ളൂ. ചോയ്സ് വരാൻ പോവുക. ഹവ്വയുടെ പ്രസംഗം ആരത്തിൻ്റെ അടുക്കെ വന്നിട്ട് ആപ്പിളും കൊണ്ട് വരിക. ചോയ്സ് കൊടുക്കുക. ഇതാ ഞാൻ കേട്ടത് ഇതാണ്, നമ്മൾ ദൈവത്തെ പോലെ ആകും, നമ്മൾ ഒരിക്കലും മരിക്കില്ല. ഞാൻ കേട്ടത് ഇതാണ്. ആ വൃക്ഷഫലം ആദത്തിനും കൊടുത്തു. ആദത്തിനും ഒരു ചോയ്സ് തോന്നും. ഈ ചോയ്സ് വരുമ്പോഴാണ് ആദ്യത്തേതിനെ ഉപേക്ഷിക്കണേ. എപ്പോൾ ശ്രദ്ധിച്ചോളാം, ആദ്യത്തേതിനെ ഉപേക്ഷിക്കുന്നത് ബെറ്റർ ചോയ്സ് വരുമ്പോഴാണ്. നിങ്ങൾ ആദ്യത്തെ ജോലി വിട്ട് പുതിയ ജോലി കയറി എന്ത് വന്നപ്പോഴാണ്? ബെറ്റർ ചോയ്സ് വന്നപ്പോഴല്ലേ? അപ്പോൾ പിശാച് എപ്പോഴും എന്ത് തരുള്ളൂ? ബെറ്റർ ചോയ്സേ തരുള്ളൂ. പക്ഷേ ഭൂമിയിലേതായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ബെറ്റർ ചോയ്സേ തരുള്ളൂ. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. എവിടെ 10 രൂപ കൂടുതൽ കിട്ടിയാൽ നമ്മൾ അങ്ങോട്ടേക്ക് വീഴും. ആർക്കറിയാം ഇത്? പിശാച് നന്നായിട്ട് അറിയാം. മനസ്സിലായോ? ഹല്ലേലൂയ. അവൻ ഈ എർത്തിലി ചോയ്സേ തരത്തുള്ളൂ. അപ്പോൾ അതവൻ മുതലെടുക്കും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോൾ നമ്മുടെ മുമ്പിൽ ചോയ്സ് വരുന്നുവോ ഒന്ന് ശ്രദ്ധിച്ചോളണം, അതെൻ്റെ ടെസ്റ്റാണോ അല്ലേ എന്ന്. മനസ്സിലാകുന്നുണ്ടോ? ടെസ്റ്റാണോ അല്ലേ എന്ന്. ഇതാ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയുണ്ട്. ആ ജീവിത പങ്കാളി ഇവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് അയൽക്കത്തുകാരൻ്റെ ഒരു ഭാര്യ, സുന്ദരിയായ ഒരു സ്ത്രീയെ നിങ്ങൾ കാണുന്നത്. ചോയ്സ് വന്നു. നമ്മുടെ മനസ്സിലെ ചിന്തകൾ ദൈവം വായിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവുണ്ട്, ആ സമയത്താണ് വേറൊരാളെ കാണുന്നത്. ചോയ്സ് വന്നു, ടെസ്റ്റാണ്. ചോയ്സ് വന്നു, ടെസ്റ്റാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് നല്ലൊരു ശുശ്രൂഷയുണ്ട്, അപ്പോഴാണ് മറ്റൊരാൾ പറയുന്നത് ഇങ്ങോട്ട് പോരും, ഞങ്ങൾ കൂടുതൽ ശുശ്രൂഷ തരാമെന്ന്. ടെസ്റ്റാണ്. ചോയ്സ് വന്നോ, ടെസ്റ്റാണ്. ഹല്ലേലൂയ. ആ ടെസ്റ്റിൽ നാം എങ്ങനെയാണെന്ന് ദൈവം നോക്കണേ.
മനസ്സിലാക്കുക പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് ചില കരുതുന്ന കരങ്ങളെ ആവശ്യമാണ്. ദൈവം അവരെ ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുതുന്ന കരങ്ങൾ. ഇതാണ് അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചത്. ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ദൈവം കരുതുന്നുണ്ട്. അപ്പം നമ്മളുടെ അതിൻ്റെ ഫസ്റ്റ് ഫേസിലാണ് നമ്മൾ പോകുന്നത്. ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു. തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പക്ഷേ ഈ സന്ദേശത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതും കാണുന്നതും ദൈവത്തിൻ്റെ ചില കരുതുന്ന കരങ്ങളെയാണ്. ദൈവം കരുതുന്നത് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം, ദൈവം പ്രധാനമായും കരുതുന്നത് മനുഷ്യരിലൂടെ തന്നെയാണ്. അപ്പോൾ ദൈവം പ്രധാനമായും കരുതുന്നത് മനുഷ്യരിലൂടെ തന്നെയാണ്. ഇതാണ് സങ്കീർത്തനം പുസ്തകത്തിൽ ഇങ്ങനെ പറയും. ഞാൻ ചിന്തിക്കുന്നത് 108 ചിന്തിക്കുകയാണ്. അവിടെ ഇങ്ങനെ പറയുന്ന ഒരു രംഗമുണ്ട്. എന്നെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. എന്നെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. അപ്പോൾ യഹോവ എന്നെ എങ്ങനെ സഹായിക്കണേ? എന്നെ സഹായിക്കാൻ യഹോവ പലരെയും തൻ്റെ കൈകളായി ഒരുക്കിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്നെ സഹായിക്കാൻ യഹോവ പലരെയും തൻ്റെ ഭുജമായി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മളെ തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയുള്ള ചില ഭുജങ്ങളെ ദൈവം ഉണർത്തുകയാണ്. ദൈവം ഈ പ്ലാനറ്റിൽ പലയിടത്തും അങ്ങനെയുള്ള ഭുജങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവരെ ഉണർത്തുകയാണ്. ഈ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാകും, അതിലൊരു വ്യക്തി ഞാനാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു ഭുജമായിരുന്നു മോശ. മോശയ്ക്ക് അറിയാമായിരുന്നു എങ്ങനെ ദൈവം ഉള്ളിൽ ബോധം കൊടുത്തു. താനാണ് ഇസ്രായേൽ മക്കളെ ദൈവത്തിനായി വിടുവിക്കേണ്ട ഭുജം. ഇതേപോലെ ദൈവം ചില ഭുജങ്ങളെ അന്വേഷിക്കുന്നു. ദൈവം നിങ്ങളെ അതിന് ഓൾറെഡി അതിനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുക. നിങ്ങളിത് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ ആ കോഴ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. ദൈവം ചില ഭുജങ്ങളെ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. ഇത് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളാണ് ആ ഭുജമെങ്കിൽ നിങ്ങളുടെ അകത്ത് കത്താൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ ഉൾത്തളം കത്താൻ തുടങ്ങും. ദൈവം ചില ഭുജങ്ങളെ അന്വേഷിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതാ ആദ്യ ഭൂമിയുടെ ആ തലം, ദൈവം ആ ഭൂമിയെ പാപം നിറഞ്ഞപ്പോൾ, മനുഷ്യവർഗത്തെക്കുറിച്ച് പറഞ്ഞു, ദൂതവർഗത്തിൻ്റെ അല്ല, മനുഷ്യവർഗത്തിൽ പാപം നിറഞ്ഞപ്പോൾ അവരെ വെള്ളം കൊണ്ട് നശിപ്പിക്കാൻ പോവുകയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ സ്വർഗത്തിലെ ദൈവം തനിക്ക് വേണ്ടി ഒരു ഭുജം കണ്ടെത്തി. ആ ഭുജമായിരുന്നു നോഹ. നോഹയിലൂടെ ദൈവം 7 പേരെ രക്ഷിച്ചു. നോഹ അടക്കം 8 പേരെ. ഹല്ലേലൂയ. ഇപ്പൊ മനസ്സിലായോ എന്താ ഈ ഭുജമെന്ന്? ഇതേപോലെ ചില ഭുജങ്ങളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ടൊന്നും എത്താൻ പറ്റുന്നില്ല. ദൈവം ഡിസൈഡ് ചെയ്തതാ. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ അതിനുള്ള ശക്തിയുണ്ട്. എല്ലാവരുടെ ഉള്ളിൽ അതിനുള്ള ശക്തിയില്ല. ഇപ്പൊ നമ്മുടെ ചെറുവിരൽ നടക്കാനുള്ള ശക്തിയില്ല, പക്ഷെ കാലിന് നടക്കാനുള്ള ശക്തിയുണ്ട്. ഓരോരുത്തർക്കും അവരവരെ വിളിച്ച ആ ശുശ്രൂഷ ചെയ്തെടുക്കാനുള്ള എല്ലാ ബലവും ദൈവം കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇത് നമുക്കറിയാം. മോശ ഇസ്രായേൽ ജനത്തെ ഇറക്കിയേ ഉള്ളൂ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന്. എന്നാൽ ഇവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ട് എത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഭുജമായിട്ട് ഉപയോഗിച്ചത് ജോഷുവയാണ്. ഇതാ ദൈവത്തിന്റെ വചനം പറഞ്ഞത്. ജോഷുവ അവർക്ക് സ്വസ്ഥത വരുത്തിയിരുന്നെങ്കിൽ, അപ്പോ ആരാ സ്വസ്ഥത കൊടുത്തേ? ജോഷുവ അല്ലേ? അല്ല, നമ്മുടെ പൊട്ടത്തരമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ. സ്വസ്ഥത കൊടുത്ത ദൈവമാ, ഉപയോഗിച്ച ഭുജമാണ് ജോഷുവ. മനസ്സിലായോ? യഹോവയാൻ ദൈവം, സ്വർഗസ്ഥ പിതാവായി എല്ലാം ചെയ്യുന്നേ. അതിനുവേണ്ടി പല ഭുജങ്ങളും ഉപയോഗിക്കും. അത് മനുഷ്യരായിരിക്കാം, ദൂതവർഗമായിരിക്കാം, തൻ്റെ പുത്രനായ ക്രിസ്തു ആയിരിക്കാം. എല്ലാം ചെയ്യുന്നത് സ്വർഗസ്ഥ പിതാവായ യഹോവയാൻ ദൈവമാണ്.
മനസ്സിലാക്കുക. പലരും ഇത് തിരിച്ചറിയാതെ എവിടെയൊക്കെ ക്രിസ്തു എന്ന് പറഞ്ഞോ അത് ഉപയോഗിച്ചിട്ട് പിതാവിനെ ഔട്ടാക്കും. അങ്ങനെയല്ല. ഈ ക്രിസ്തുവും ഈ അപ്പന്റെ ഭുജമാണ്. ബൈബിൾ വളരെ വ്യക്തതയോടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാ നോഹയിലൂടെ 8 പേരെ രക്ഷിച്ചു. മോശയിലൂടെ കുറേ പേർ രക്ഷിച്ചു. പക്ഷെ എല്ലാവരും എത്തിയില്ല. അതിൽ കുറച്ച് പേർ ജോഷയിലൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. എല്ലാവരും ഉപയോഗിച്ചത് സ്വർഗ്ഗസ്ഥ പിതാവ് തന്നെയാണ്. ഇനി മോശയെ ഉപയോഗിച്ച അതേ ദൈവം ഇവിടെ തൻ്റെ പുത്രനായ ക്രിസ്തുവെ ഭുജമായിട്ട് ഉപയോഗിക്കുക. ക്രിസ്തുവിലൂടെ നമ്മളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നല്ല, ലോകത്തിൻ്റെ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നു. തുടർന്ന് നമ്മളെ ദൈവരാജ്യത്തിൽ എത്തിപ്പാൻ തൻ്റെ ആത്മാവിനെ അയക്കുന്നു. ആത്മാവിനെ ഭുജമായി ഉപയോഗിക്കുന്നു. എല്ലാ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ സ്വർഗ്ഗസ്ഥ പിതാവിൻ്റെ ഭവനത്തിലെത്തണം. ആ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ പല ഭുജങ്ങളെ ഇവിടെ പറഞ്ഞു, പല ഭുജങ്ങളെ ഇവിടെ പറഞ്ഞു. പ്രിയ മോനെ, പ്രിയ മോളെ ജോഷുവ, ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തിലെത്തിപ്പാൻ ദൈവം തൻ്റെ ഭുജമായി ഉപയോഗിച്ചെങ്കിൽ ഈ അന്ത്യകാലത്ത് ദൈവജനത്തെ പലരെ ലക്ഷ്യത്തിലെത്തിപ്പാൻ സഹായിക്കാൻ നിന്നെ ദൈവം ഭുജമായി കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നിനക്ക് ആ ഭുജമാകണമെങ്കിൽ നീ പിൻപോട്ട് ഓടുന്നത് നിർത്തിയിട്ട് നീ മുൻപോട്ട് ഓടാൻ തുടങ്ങണം. ഹലോ, കേട്ടോ? നീ പിൻപോട്ട് ഓടുന്നത് നിർത്തിയിട്ട് മുൻപോട്ട് ഓടാൻ തുടങ്ങണം. എന്താ അങ്ങനെ? ഞാൻ മുമ്പോട്ടാണല്ലോ നടക്കണേ എന്ന് ചിലർ ചിന്തിക്കുന്നു. അല്ല, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവജനം നല്ലൊരു പങ്ക് നടക്കുന്നത് പിൻപോട്ടാണ്. എന്താ ഈ പിൻപോട്ടെന്നറിയാമോ? ലോകം അന്വേഷിച്ച് നടക്കുക. ലോകം അന്വേഷിച്ച് നടക്കുക. കുറച്ചു മുമ്പ് നമ്മളൊരു പാട്ട് പാടി, ഇനി പിൻപോട്ടില്ല, മുൻപോട്ട് മുൻപോട്ട് മുൻപോട്ട്. എന്താ പാടിയെന്ന് ജനത്തിന് അറിഞ്ഞുകൂടാ. എന്താ ഈ പാടിയെന്ന്? ഇതാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, ഞാൻ പിൻപിലുള്ളതിനെ മറക്കുന്നു, എന്നിട്ട് മുമ്പിലുള്ളതിനെ ലക്ഷ്യമാക്കുന്നു. ഞാൻ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവം തരുന്ന ചിന്ത എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. ഇപ്പോൾ ദൈവജനത്തിൻ്റെ പിൻപിൽ ദൈവരാജ്യമാണ്. ദൈവജനത്തിൻ്റെ പിൻപിൽ ദൈവരാജ്യമാണ്. അത് അവരങ്ങ് മറക്കുന്നു. അവരുടെ മുൻപിൽ, ദൈവജനത്തിൻ്റെ മുൻപിൽ അവരെ ശിക്ഷിക്കാൻ കൊണ്ടുപോകുന്ന നരകയാത്രയാണ്, ലോകയാത്ര. അതിനെ അവർ ലക്ഷ്യമാക്കുന്നു. കാരണം ദൈവരാജ്യം അവർ കേട്ടിട്ടില്ല, ദൈവരാജ്യ ശുശ്രൂഷ അവർ കേട്ടിട്ടില്ല. അവരാകെപ്പോടെ കേട്ടിരിക്കുന്നത് ചെറുപ്പം മുതൽ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും ചേട്ടനിൽ നിന്നും ചേച്ചിയിൽ നിന്നും ടീച്ചറിൽ നിന്നും ഒക്കെ കേട്ടിരിക്കുന്നത് ലോകം നേടുക, ലോകം നേടുക, ലോകത്തിൽ നീ വലിയവനാകുക, ലോകം നേടുക. ഹല്ലേലൂയ. എന്നാൽ ഒരു ഭാഗത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകത്തെ അതിനുള്ളതിനെ നീ സ്നേഹിക്കരുത്, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. എന്നാൽ അവർ കേട്ടത് മുഴുവൻ ലോകം നേടുക. എല്ലാവരും അതിനുവേണ്ടി ഓടുകയാണ്, എല്ലാവരും അതിനുവേണ്ടി ഓടുകയാ, ലോകം നേടാൻ. എന്നിട്ട് നേടിയിട്ട് ഒരു വമ്പം വട്ടപൂജയായി തീരാൻ. ഇല്ലേ? നമ്മൾ നേടിയതെല്ലാം കൊണ്ട് നമ്മൾ എന്തായി തീരുകയാ? ഒരു വമ്പൻ വട്ടപൂജ്യം ആയി തീരുകയാ. മനസ്സിലായോ? നമുക്കുള്ളതെല്ലാം കൊണ്ടൊരു വമ്പൻ വട്ടപൂജ്യമായി തീരുകയാ. ഇതാ യേശുക്രിസ്തു പറഞ്ഞ ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. അപ്പൊ നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഇടയിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ചിന്തകളെ അയക്കുകയാണ്. ഈ ചിന്തകൾ മനസ്സിലാക്കിയിട്ട്
ഈ ജനത്തെ, പിൻപിലോട്ട് പോകുന്ന ജനത്തെ അവർക്ക് ഗൈഡൻസ് കൊടുക്കുക. അതിന് പിൻപിലേക്കല്ല പോകേണ്ടത്, മുൻപിലേക്കാണ് പോകേണ്ടത്. ഫിലിപ്പിയർ ലേഖനം 3:14 വായിച്ചേ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ ആരാ വിളിക്കണേ? ദൈവം വിളിക്കുന്നു. ആരിലൂടെ വിളിക്കുന്നു? യേശു ക്രിസ്തുവിലൂടെ വിളിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ദൈവം യേശു ക്രിസ്തുവിലൂടെ വിളിക്കുകയാണ്. എന്നാൽ ഈ വിളിയിൽ വ്യക്തതയോടെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങോട്ടേക്ക് പോകുന്ന യാത്രയിലാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിക്കുന്നത്. അറിയോ നിങ്ങൾക്ക്? എങ്ങോട്ടേക്ക് പോകുന്ന യാത്രയിലാണ് വിളിക്കണമെന്ന് അറിയോ? ദൈവരാജ്യത്തിലേക്ക് പോകുന്ന യാത്രയിലേക്കൊന്നുമല്ല വിളിക്കണേ. നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന യാത്രയിലാണ് നമ്മളെ വിളിക്കുന്നത്. നമ്മളെ കുരുടന്മാരായി കൊല്ലാൻ കൊണ്ടുപോകുന്ന യാത്രയിലാണ് നമ്മളെ വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു പ്രിസണർ, അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ വണ്ടി വന്നു, ജയിലിൻ്റെ പ്രത്യേക വണ്ടിയുണ്ട്, ഇവരെ കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ വിലങ്ങ് വെച്ച് ഇയാളെ കയറ്റി അയാളെ സീറ്റിൽ ഇരുത്തും. സീറ്റിൽ തന്നെ വേറൊരു വിലങ്ങുണ്ട് ഉള്ളിൽ തന്നെ. അതിൽ ഇതിനെ ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്തിട്ട് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുക. ഇതേപോലെ ഈ ലോകത്തുള്ള എല്ലാ ജനത്തെയും പിശാച് കൊല്ലാൻ കൊണ്ടുപോവുക. ഇത് തിരിച്ചറിയണോ? ഇവിടെ എന്ത് ഇതല്ലേ കർത്താവ് പറഞ്ഞ, ഇവിടെ എന്ത് നേടിയിട്ട് ഒരു കാര്യമില്ലടോ മോനെന്ന്. ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. കൊല്ലാത്തിനെയും കൊല്ലാൻ കൊണ്ടുപോവുക. കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് അറിഞ്ഞുകൂടാ കൊല്ലാനാ കൊണ്ടുപോകണേന്ന്. ഇവരോട് പറഞ്ഞു ലോകം നേടിക്കോളാൻ. ലോകം നേടിക്കോ. മറുഭാഗത്ത് ജീവന്റെ നായകനായ ക്രിസ്തു വിളിച്ചു പറയുന്നുണ്ട്, അങ്ങനെ നീ സർവ്വലോകവും നേടിയാലും നിന്നെ കൊണ്ടുപോകണേ എന്തിനാ? കൊല്ലാനാ. നീ സർവ്വലോകം നേടിയാൽ നിന്റെ ജീവനെ നഷ്ടമാക്കിയാൽ മോളെ നിനക്ക് എന്ത് പ്രയോജനം? ഇതാര് കേൾക്കാൻ? ഇതാര് പറയാൻ? ഇതാര് കേൾക്കാൻ? ഇതാര് പറയാൻ? കാരണം നിന്നെയും കൊല്ലാൻ കൊണ്ടുപോവുക. നീ യാത്രയില്ല. എങ്ങോട്ട്? ദൈവരാജ്യത്തിലേക്കല്ല, ശിക്ഷാവിധിയിലേക്ക്, നരകത്തിലേക്ക് യാത്രയിലാണ്. കൊല്ലാൻ കൊണ്ടുപോവുക. ഹല്ലേലൂയ. ഇപ്പോ എനിക്കും നിങ്ങൾക്കും വേണ്ടത് ജീവനാണ്. ഇതാ യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ തരാനത് സമൃദ്ധിയായി തരുവാനുമാണ്. അപ്പൊ ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. എന്നിട്ട് യേശു വന്നത് കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമ്മളെ വിടുവിക്കുക, സ്വതന്ത്രരാക്കുക. ഈ യാത്രയിൽ എൻ്റെ പ്രിയമകളെ ഈ യയാത്രയിൽ ഇതാ നമ്മളോട് ആരോ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു, നമ്മളത് കേട്ടു, നമ്മളുടെ ലോക്കപ്പ് അഴിച്ചു മാറ്റി. പക്ഷെ നമ്മളുടെ യാത്ര ഇതുവരെയും മാറിയിട്ടില്ല. നമ്മളിപ്പോഴും അങ്ങോട്ട് തന്നെയാ. ലോകം നേടാനാ. യാത്ര മാറിയിട്ടില്ല. നമ്മൾ ആ നരകയാത്രയിലേക്ക് തന്നെയുള്ള യാത്രയിലാണ്. നമ്മൾ ഇതുവരെയും മാനസാന്തരപ്പെട്ടിട്ടില്ല, തിരിഞ്ഞിട്ടില്ല. എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ നിങ്ങൾ? നമ്മൾ ഇതുവരെയും വണ്ടി തിരിച്ചിട്ടില്ല, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ക്രിസ്തു ആകുന്ന വണ്ടി കയറിയിട്ടില്ല. ഇപ്പോഴും ലോകമാണ് നമ്മുടെ മുൻപില്. ഇപ്പോഴും ലോകം നേടാൻ ഓടുന്നേ. എന്നാൽ നമ്മളൊന്ന് മാനസാന്തരപ്പെട്ടാൽ, ഹൃദയം കൊണ്ടൊന്ന് വിരിഞ്ഞാൽ ലോകം പുറയിലായി. എന്നിട്ട് വേണം പറയാൻ ഞാൻ പിൻപിലുള്ളതിനെ മറക്കുന്നു എന്ന്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ നല്ലൊരു പങ്കും പിൻപിലുള്ളതിനെ മറക്കുന്നത് ദൈവരാജ്യത്തെ മറക്കണേ. അതിന്റെ തെളിവല്ലേ ഇന്നത്തെ സഭകൾ. നല്ലൊരു പങ്കും അങ്ങനെ തന്നെയാ. അവർ ദൈവരാജ്യം ഒന്ന് കേട്ടാൽ അവർക്ക് എന്തോ വിഷമിത്ത് വന്ന പോലെയാ. നല്ലൊരു പങ്കിന് വരുന്ന ദൈവരാജ്യക്കാരൻ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇത് മനസ്സിലാക്കുന്നത് കളിതമാശല്ല. എൻ്റെ പ്രിയ മോനെ, നിന്റെ വേറെ സഭാ ശുശ്രൂഷയൊക്കെ നിർത്ത്. നിന്നെ കൊല്ലാൻ കൊണ്ടുപോവുക. നീ ഹൃദയം കൊണ്ട് തിരിയെ, മാനസാന്തരപ്പെട. ഇപ്പോഴും ലോകം നേടാൻ നീ ഓടുന്നുവെങ്കിൽ നിന്റെ മുൻപിൽ ലോകമാ. നീ മറക്കുന്നത് ദൈവരാജ്യത്തെയാ. ഇപ്പോ നീ താഴെ വീഴും. നിന്റെ ശ്വാസം ഇപ്പോ തീരും.
അതിനു മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞെന്ന് അറിയാമോ? നിനക്കിത് പറഞ്ഞു തരാൻ ഒരുത്തനുമില്ല. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ഹൃദയമുണ്ട്, കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. അതറിയിക്കാനാ തൻ്റെ പുത്രനെ ക്രിസ്തുവിനെ ഇങ്ങോട്ട് അയച്ചത്. ഇത് തിരിച്ചറിയ. അല്ലാണ്ട് ഈ ലോകത്തിലെ എന്തെങ്കിലും വലിയ ജോലിയും വലിയ സമ്മാനങ്ങളും കിട്ടുന്ന ഒരു പരിപാടിയല്ല ഇത്. അത് പിശാചും കൊടുക്കും. ഇതാ സാക്ഷാൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പിശാച് പറഞ്ഞതായി, ലോകവും അതിൻ്റെ മഹത്വം നിനക്ക് തരാമെന്ന്, എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി. ഇതല്ല, തിരിച്ചറിയ. ഹൃദയം കൊണ്ട് മാനസാന്തരപ്പെടും. ഈ ലോകത്തിലെ കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലെ കയറി വന്നത് ശാപം കൊണ്ടാ. നെറ്റിയിലെ ഏർപ്പുകൊണ്ട് കഴിക്കേണ്ടി വന്ന ശാപം കൊണ്ടാ. ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ തിരിയണം. ഇതാ ഞങ്ങൾക്ക് സ്ക്രീനിൽ ഈ ഒരു രംഗം കൊണ്ടുവരാം. ഈ ഒരു രംഗം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഓ ലോർഡ് ഐ ലവ് യു. യഥാർത്ഥത്തിൽ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് നമ്മളെ ഓരോരുത്തരെയും കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. ഈ അന്ത്യനാളുകൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത ഫേസിൽ ജയം പ്രാപിക്കുന്ന വ്യക്തികൾക്ക് മരണമേ ഇല്ല. ദൈവരാജ്യത്തിലാണ് മരണമില്ലാത്ത അവസ്ഥ. ചതിക്കപ്പെട്ട ഒരു സുവിശേഷം, ചതിച്ചൊരു സുവിശേഷം ഇട്ടു തന്നിട്ട് നമ്മൾ അതുകൊണ്ട് ഓടുക. ക്രിസ്തുവിൻ്റെ സുവിശേഷം ചതിക്കുന്നതല്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ഒന്നാമത് നമ്മളുടെ ദർശനം മാറ്റുന്നതാണ്. എന്നാൽ നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത് ദർശനം മാറ്റാത്തതാണ്. ഓ ഫാദർ വി താങ്ക് യു, ലോർഡ് ഐ ലവ് യു. ഒന്നാമത് ദൈവം നമ്മളോട് പറയാണ്, പിൻപിലേക്ക് ഓടുന്നവനെ മുൻപിലേക്ക് ഓട്. പിൻപിലേക്ക് നീ ഓടുന്ന ആളാണെങ്കിൽ നീ മുൻപിലേക്ക് ഓട്. കാരണം യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ചത് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യാത്രക്കിടയിലെ, ശിക്ഷായാത്രക്കിടയിലെ സ്വാതന്ത്ര്യമാണ്. ഇതെപ്പോഴും മനസ്സിലാക്കിക്കോളാം. ശിക്ഷായാത്രക്കിടയിലെ സ്വാതന്ത്ര്യമാണ്. എന്താണ് ശിക്ഷായാത്രക്കിടയിലെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? ഇതാണ് താഴെ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ ഇതാ കാണിച്ചു തരാം. ഓ ഫാദർ വി താങ്ക് യു. ശിക്ഷായാത്രക്കിടയിലെ സ്വാതന്ത്ര്യം ഞാൻ സ്ക്രീനും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാകുവാൻ ദൈവം സഹായിക്കുമല്ലോ. ഓ ഫാദർ വി താങ്ക് യു. ശിക്ഷായാത്രക്കിടയിൽ ലഭിച്ച സ്വാതന്ത്ര്യം. കാരണം ഏക മനുഷ്യന പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ എല്ലാവരിലേക്കും മരണം വ്യാപരിച്ചു. മരണയാത്രയാണിത്. ഈ യാത്രയിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഒരു ജയിൽ പുള്ളിയെ അവൻ്റെ ബസ്സിൽ കയറ്റുന്നുണ്ടോ? എന്തിനാ കൊണ്ടുപോകണമെന്ന് അറിയാമോ? കൊല്ലാൻ കൊണ്ടുപോവുക. നമുക്കൊരു പാട്ടുണ്ട്, കാളയെ കൊല്ലുവാൻ അറവശാലയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ എൻ ജനമേ നിങ്ങളെയല്ല ദുഷ്ടനാ പിശാച് ലോകമാ നദിയിലൂടെ കൊല്ലുവാൻ കൊണ്ടുപോവുകയാണ്. അല്ല, പാതാളത്തിൻ്റെ ആടുകളായി കൊല്ലുവാൻ കൊണ്ടുപോവുക. ഇതൊന്നും മനുഷ്യൻ അറിയുന്നില്ല. അവൻ ജീവിക്കുന്ന വയറിന് വേണ്ടിയാ, അവൾ ജീവിക്കുന്ന വയറിന് വേണ്ടിയാ. അങ്ങനെ ഈ മനുഷ്യനെ കയറ്റിക്കൊണ്ടുപോവുക ലോകദർശനമായ ഒരു ബസ്. ലോകദർശനമാണ് ആ ബസ്സിൻ്റെ പേര്, ലോകദർശനം. ലോകം നേടുക. അങ്ങനെ കൊണ്ടുപോവുക. അങ്ങനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന യാത്രക്കിടയിലാണ് നമ്മളുടെ മരണ ശുശ്രൂഷ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ആരാണ്? അതിന് പകരം ക്രിസ്തു മരിച്ചു. മനസ്സിലായോ? എനിക്കും നിങ്ങൾക്കും പകരം ക്രിസ്തു മരിച്ചു. നല്ല സുവിശേഷത്തിന്റെ മേജർ ഭാഗമാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതിന്റെ പേരാണ് രക്ഷ. പക്ഷെ എന്തിനാണ് രക്ഷ കിട്ടിയെന്നുള്ള സുബോധം നമുക്ക് വേണ്ടേ? നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. ഈ വണ്ടിയിൽ നിന്ന് ഇറക്കാനുള്ള ആരെങ്കിലും സുവിശേഷം പറഞ്ഞു തരാറുണ്ടോ? യേശു അല്ലാതെ. ഇപ്പൊ ലോകം ലക്ഷ്യമാക്കി പോവുക. പക്ഷെ യേശു തന്റെ സുവിശേഷത്തിൽ ആദ്യം ചെയ്തത് നിന്റെ ബോർഡ് മാറ്റ. ലോകം എന്ന ബോർഡ് മാറ്റിയിട്ട് ദൈവരാജ്യം എന്ന ബോർഡാക്ക്. മനസ്സിലായോ? ഒരു ബസ്സിന്റെ എങ്ങോട്ടേക്കാണ് പോകണം? ഇപ്പൊ വണ്ണപ്പുറത്തുനിന്ന് ബസ് എറണാകുളത്തേക്കാണ് പോകണമെങ്കിൽ എറണാകുളം ബോർഡ് വയ്ക്കും.
യാത്ര തിരിഞ്ഞാൽ വണ്ണപ്പുറം എറണാകുളം മാറ്റി വണ്ണപ്പുറം തിരിച്ചാക്കും. ഇതേപോലെ നമ്മുടെ ബോർഡ് മാറ്റിയോ സഹോദരങ്ങളെ? ബോർഡ് മാറ്റിയോ? അതോ ഇപ്പോഴും ലോകമാണോ? ഇപ്പോഴും ലോകമാണെങ്കിൽ നമ്മുടെ മുൻപിലാണ് ലോകം, പിൻപിലല്ല. ഹലോ, നമ്മുടെ മുൻപിലാണ് ലോകം. നാം മറന്നത് ദൈവരാജ്യമാണ്. നമ്മൾ ഈ ലോകത്തിൽ ഇട്ടാവട്ടത്തിൽ കിട്ടുന്ന സന്തോഷം അന്വേഷിച്ച് ഓടുകയാ. ഈ സമയത്താണ് ക്രിസ്തു പിതാവിന് വേണ്ടി ജീവിച്ചതുപോലെ നാം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ഈ ജീവൻ നേടാൻ നോക്കേണ്ടത്. അത് സുഖകരമായ മെത്തയല്ല, അതിൽ കഷ്ടങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഇത് കൊല്ലാൻ കൊണ്ടുപോവുക. ആ ബസ്സിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇതാ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ഇതുകൊണ്ടോ, ആ കൊല്ലാൻ കൊണ്ടുപോകുന്ന ബസ്സാണിത്. ആ കൊണ്ടുപോയിട്ട് ബസ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദാ അപ്പുറത്ത് ആ കാണുന്നത് പോലെ അവനെ പിടിച്ച് ദാ കുനിച്ച് നിർത്തി പുറത്തേക്ക് കൊണ്ടുപോവുക. പുറകെ ലോക്ക് ചെയ്തിട്ടിരിക്കുക, അവനെ കൊല്ലാൻ കൊണ്ടുപോവുക. അപ്പോൾ ഇങ്ങനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ഇതാ പ്രിയ സഹോദരങ്ങളെ, ഇതാ സീറ്റ് കണ്ടോ നിങ്ങളോടെ? ആ സീറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇതാ ആ സീറ്റിൽ ലോക്കുണ്ട്, ലോക്ക് ഇട്ടിരിക്കുകയാണ്. ഇതുണ്ടോ ലോക്ക് ഇട്ടങ്ങനെ ഉണ്ടോ? ആ ലോക്ക് സീറ്റിൽ ഇട്ടിരിക്കുക. ഇനി ഇത് അഴിച്ചിട്ട് വേണം അവനെ പുറത്തിറങ്ങാൻ. നമ്മളെ യേശു ക്രിസ്തു സ്വതന്ത്രരാക്കി സഹോദരങ്ങളെ. ആ ലോക്ക് അഴിച്ചു മാറ്റി. പക്ഷെ നമ്മൾ ഇതുവരെയും ആ യാത്ര നിർത്തിയിട്ടുണ്ടോ? നമ്മൾ ഇപ്പോഴും അങ്ങോട്ടൊക്കെ യാത്ര, ലോകത്തിലേക്ക് അല്ലേ? ലോകം വഴി തീപ്പൊയ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. യാത്ര നിർത്തണം. യാത്ര നിർത്തിയിട്ട് നീ എന്ത് ചെയ്യണം? അപ്പോസ്തലപ്രവൃത്തി 20:21 പറയുന്നു, നീ ദൈവത്തിങ്കലേക്ക് തിരിയണം. അതിൻ്റെ അർത്ഥം ദൈവത്തിങ്കലേക്ക്. നമ്മൾ മറ്റേ ശരീരം കൊണ്ട് തിരിയുമ്പോൾ യൂട്ടേൺ എന്ന് പറയും. ഹൃദയം കൊണ്ട് തിരിയുന്ന യൂട്ടേണിൻ്റെ പേരാണ് മാനസാന്തരം. മനസ്സിലായോ? മനസ്സ് തിരിയുന്നു. അതാ എഴുതിയേക്കണേ അപ്പോസ്തലപ്രവൃത്തി 20:21. പക്ഷെ നമ്മുടെ സുവിശേഷത്തിൽ തങ്ങ് വിട്ട് കളഞ്ഞു. അതിൻ്റെ പകുതി മുറിച്ചെടുത്ത് പകുതി ഒഴിവാക്കി. വായിച്ചേ. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മനസ്സിലായോ? നമ്മളെന്ത് ചെയ്തു? ദൈവത്തിങ്കിലേക്കുള്ള വിശ്വാസം കട്ടിയതങ്ങ് കളഞ്ഞു. അല്ല, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം കട്ടിയതങ്ങ് മാറ്റി. എന്നിട്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം എടുത്തു. സൂത്രപ്പണിയെ ജനത്തെ ചതിക്കാനുള്ളൊരു പരിപാടിയാ. ഇവിടെ പറയാണ് ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം. കാരണം നീ ഇപ്പം എങ്ങോട്ടാ പോണേ? നീ ഇപ്പം നരകത്തിലേക്ക് യാത്രയാ. ഈ നരകത്തിലേക്ക് കൊല്ലാൻ കൊണ്ടുപോകുന്നത് നീ ഇപ്പോൾ ആ പിശാചിനോടുള്ള ശിക്ഷാവിധിയിലേക്ക് പോകുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞ നീ ഹൃദയം കൊണ്ട് ദൈവത്തിങ്കലേക്ക് നീ മാനസാന്തരപ്പെട്ടപ്പോൾ ഇതുവരെ നിന്റെ മുൻപിലായിരുന്ന ലോകം ഇപ്പോ നിന്റെ പിൻപിലായി. മനസ്സിലായോ? ഇപ്പോ നിന്റെ പിൻപിലായി. ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യം എവിടെയായി? നിന്റെ മുൻപിലായി. പിടുത്തം കിട്ടിയ? ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് നമ്മൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത് നമ്മൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ നല്ലൊരു പങ്ക് ഇവിടെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതോ യേശു ഇത് കർത്താവായി അംഗീകരിച്ചു. ഇനി എങ്ങോട്ടൊക്കെയാ പോന്നേ? നേരത്തെ യേശു ഇല്ലാതെ ലോകം നേടാൻ പോകുമായിരുന്നു. ഇപ്പൊ യേശുവിനോട് ചേർന്ന് ലോകം നേടാൻ പോകുന്നു. ഹലോ, യേശു ക്രിസ്തു പറയാണ് ലോകത്തെയോ ലോകത്തിലുള്ളതിനെ നീ സ്നേഹിക്കരുത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കേ. അറിവില്ല എങ്കിൽ ഇപ്പോൾ ദൈവം നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ യാത്ര മടക്കയാത്രയാകണം. ധൂർത്തപുത്രന്റെ യാത്ര പന്നിക്കൂട്ടിലേക്കായിരുന്നു. എന്നാൽ അവന് സുബോധം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ യാത്ര മടക്കയാത്രയായി മാറി. യാത്ര മടക്കയാത്രയായി. ഇതേപോലെ നമ്മുടെ യാത്ര മടക്കയാത്രയായോ? അതോ ഇന്ന് യേശുവിന് ഉപയോഗിച്ച് കൂടുതൽ ലോകം നേടാൻ നിൽക്കുകയാണോ? മടക്കയാത്രയാകട്ടെ. ഇപ്പോൾ ഈ ജീവിതം ഇവിടെ കൊണ്ട് തീരും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാ, ഈ യാത്രയിൽ നമ്മൾ യഥാർത്ഥത്തിൽ കരുതുന്നവരാണെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടി കരുതും. എങ്ങനെ? നാം മാനസാന്തരപ്പെട്ട് നാം തിരിയും. കാരണം കൊല്ലാൻ കൊണ്ടുപോവുക. ആ യാത്ര തിരിച്ച് ആ ലോകം നമ്മുടെ പിൻപിലാക്കി പിൻപിനുള്ളതിനെ മറന്ന്
മുൻപിലുള്ളത് ലക്ഷ്യമാക്കി പോകണം. ഇപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾ പല സുവിശേഷം കേൾക്കുന്നതാണല്ലോ. നിങ്ങൾ കേൾക്കുന്ന സുവിശേഷത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമല്ലേ ഉള്ളൂ? ശ്രദ്ധിച്ചാൽ മതി. ബൈബിളിലെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഓ ഫാദർ, വി താങ്ക് യു. ഇതാണ് അപ്പോസ്തലപ്രവൃത്തി 20:21. അപ്പോസ്തലപ്രവൃത്തി 20:21. അവിടെ എന്താ ചെയ്യണം? സ്ക്രീനിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും. ഇതാണ് സുവിശേഷത്തിന്റെ ഫസ്റ്റ് പാർട്ട്. നിന്റെ യാത്ര മടക്കയാത്രയാക്കുക. നിന്റെ ഹൃദയം കൊണ്ട് ഇനി പിശാചിന്റെ ശിക്ഷാവിധിയിലേക്കല്ല, ലോകത്തിലേക്കല്ല നീ പോകേണ്ടത്. നീ തിരിഞ്ഞ് നീ ദൈവരാജ്യത്തിലേക്ക്, നിന്റെ അപ്പൻ്റെ അടുക്കിലേക്ക് യാത്രയാകണം. ഇത് നടന്നിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ വെറുതെ അധ്വാനിക്കുക. ഇത് നടക്കാതെ യേശുവിൽ വിശ്വസിച്ച ഒരു കൂട്ടം ജനം, യേശുവിൻ്റെ സുവിശേഷം എന്നും പറഞ്ഞ് സുവിശേഷം അറിയിച്ച ഒരു കൂട്ടം ജനം, നമുക്ക് മത്തായി 7:21, 22, 23 കാണാം. യേശുക്രിസ്തു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ കയറാൻ പറ്റില്ല, സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ പറ്റില്ല, ഗെറ്റ് ഔട്ട്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരേ അവിടെ കയറത്തുള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. അവിടെ എഴുതിയിരിക്കുന്നു. ഒന്ന് വായിച്ചേ ആ ഭാഗം, നിങ്ങളൊന്ന് വായിച്ചേ. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും. അപ്പൊ എത്ര പാർട്ടുണ്ട് ഇവിടെ സുവിശേഷത്തിന്? 2 പാർട്ട് അല്ലേ? 2 പാർട്ട്. എത്ര പാർട്ടുണ്ട്? ഒന്ന് കൈ ഉയർത്തി പറഞ്ഞേ. സുവിശേഷത്തിന് 2 പാർട്ടുണ്ട്. നാം പ്രസംഗിക്കേണ്ട സുവിശേഷത്തിന് 2 പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ഏതാ? ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. ഇതിന്റെ പേരാണ് ദൈവരാജ്യ സുവിശേഷം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. അവന് ഹൃദയം കൊണ്ട് അവൻ യൂട്ടേൺ എടുക്കുകയാണ്. ഇനിയും പന്നിക്കൂടല്ല, ഞാൻ തിരിച്ച് എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. ഈ ഒരു തീരുമാനമാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പൊ തീരുമാനം എടുക്കുമ്പോൾ പുറകിലുള്ള ശക്തി പറയൂ, നിന്നെ വിടത്തില്ലടാ, നീ എങ്ങോട്ടാ പോണേ, നിന്നെ കൊല്ലാൻ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അവരോട് പറയണോ, എനിക്ക് വേണ്ടി യേശു മരിച്ചു, ഇനി ഞാൻ വരുന്നില്ല, എൻ്റെ കുറ്റം യേശു ഏറ്റെടുത്തു, അതുകൊണ്ട് ലോകമേ നീ പുറകിപ്പോ, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോവാ. അതിനു വേണ്ടിയാ എന്നെ ക്രിസ്തുവിലൂടെ സ്വതന്ത്രനാക്കിയത്. പിടുത്തം കിട്ടിയാ? അല്ലാണ്ട് കുറെ കൂടെ ലോകം തിന്നാനല്ല. ലോകം തിന്നു നീ ഇവിടെ തീരും. ഹല്ലേലൂയ. ഇത് പറഞ്ഞ മനസ്സിലാക്കുക. ലോകം തിന്ന് നീ ഇവിടെ തീരും. അവസാനിക്കും, നിന്റെ സോള് തീപ്പൊയ്കയിലേക്ക് പോകും. ഈ ഒരു തിരിച്ചറിവാണ്. ഇതിന്റെ പകുതിയെ നമ്മുടെ സുവിശേഷങ്ങൾ ഇന്നുള്ളൂ. എന്ത്? യേശുവിലുള്ള വിശ്വാസം. യേശു വിശ്വസിച്ചാ മോനെ, നിനക്ക് കിട്ടാൻ പോവാ. എന്ത്? ലോകത്തിലുള്ള അത് കിട്ടും, ലോകത്തിലുള്ള അത് കിട്ടും, ലോകത്തിലുള്ള ഇത് കിട്ടും, ലോകത്തിലുള്ള മറ്റത് കിട്ടും. ഹല്ലേലൂയ. എന്നാൽ യേശു പറഞ്ഞ അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ബ്രദറെ നമുക്കിതൊക്കെ വേണ്ടേ? തീർച്ചയായും നമ്മളൊക്കെ നന്നായിട്ട് യേശുവിനറിയാം, യേശുവിനൊക്കെ നന്നായിട്ട് പിതാവിനറിയാം. ഏതാ യേശു പറഞ്ഞ നിന്റെ പിതാവിന് ഇതൊക്കെ അറിയാൻ വേണോ എന്നുള്ള കാര്യം നീ ഇനി പറഞ്ഞ് പഠിപ്പിക്കുകയൊന്നും വേണ്ട. അതിനുള്ള സ്വിച്ചാണ്. നീ ശ്രദ്ധിച്ചേ, ഇവിടെ ഈ യേശുവിൽ പ്രത്യാശ വെച്ചിട്ട് നീ ഇവിടെ ഒരുക്കണം പ്രാർത്ഥിച്ചിട്ട്, അല്ലേ? എന്നാൽ യേശു പറയുകയാണ്, നീ ദൈവരാജ്യത്തിൽ നിന്റെ അപ്പനെ പ്രത്യാശ വെച്ചാൽ നിന്റെ അപ്പൻ ഒരുക്കിയിരിക്കുന്നത് നിനക്ക് എടുത്താൽ പോരെ. നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? ഈ ടെക്നോളജി മനസ്സിലാക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിന്റെ അപ്പൻ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും 5.5 ദിവസം മുഴുവൻ അപ്പനായിരുന്നു ഒരുക്കിക്കൊണ്ടിരുന്നത്. 6-ാം ദിവസം മനുഷ്യൻ സൃഷ്ടിച്ചു. ഈ മനുഷ്യന് വേണ്ടി 5.5 ദിവസം അപ്പനാ ഒരുക്കിയത്. ഇത് അപ്പൻ്റെ ഒരു പ്രത്യേകത. മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ആണ് അപ്പൻ, കരുതുന്നതാണ് അപ്പൻ. അതിനെക്കുറിച്ച് നമ്മൾ കേട്ടെ, കരുതുന്നവൻ ഞാനല്ലയോ? നമ്മൾ കേട്ടില്ലേ? നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നു. അപ്പൊ ഈ കരുതിയിരിക്കുന്ന അറിയാവുന്ന പുത്രൻ പറയാണ്, മുമ്പേ നീ എന്തന്വേഷിക്കണം? ദൈവരാജ്യം അന്വേഷിക്കണം. അപ്പന്റെ അധികാരത്തിന്റെ കീഴിൽ ജീവിക്കാൻ നീ അന്വേഷിക്കുക. നിന്റെ ഉള്ളിൽ അപ്പൻ വാസം ചെയ്യാൻ ഒരു ഇടമുണ്ടാക്കി കൊടുക്ക. അതോട് കൂടെ നിനക്ക് വേണ്ടത് നിന്നെ അന്വേഷിച്ച് വരാൻ തുടങ്ങും. ഇതാണ് നിയമോന്നേ, ഇതാണ് നിയമം. നീ അപ്പനെ അന്വേഷിച്ച് പോകുമ്പോ അപ്പന്റെ പരിചാരകന്മാർ നിനക്ക് വേണ്ടതും കൊണ്ട് പുറകെ വരും. മനസ്സിലാകുന്നുണ്ടോ? മറ്റതങ്ങനെയല്ല. ഈ ലോകത്തിൽ പിശാചിന്റെ അടിമത്തത്തിന് കീഴിൽ നീ ഒരുക്കണം. മറ്റതങ്ങനെയല്ല, അപ്പൻ ഒരുക്കിയത് നീ തിന്നണം. രണ്ടും രണ്ടാ. ഹല്ലേലൂയ. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം യേശുള്ള വിശ്വാസം പറയുമ്പോൾ ജനം ചിന്തിക്കുന്നു, സുവിശേഷമാണ്, സുവിശേഷം യേശു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഒരിക്കലും ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ച് പറയുന്നവർ വിരളമാണ്. മാനസാന്തരത്തെ കുറിച്ച് പറയുന്നവർ വിരളമാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നവർ വിരളമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി നാം ആദ്യം തന്നെ നമുക്ക് വേണ്ടി കരുതണം.
ഇനിയാണ് അടുത്ത സ്റ്റേഷൻ. ദൈവം പലരെയും അന്വേഷിക്കുകയാണ്. കാരണം ദൈവം അവരെ കരുതുന്നവരായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. പല രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കണേ. കരുതുന്നവരായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കണേ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കണം, നമ്മളെ കരുതുന്നവരായി ഡിസൈൻ ചെയ്തെങ്കിലും നമ്മളുടെ ജീവിതത്തിലെ വിശ്വസ്തതയില്ലായ്മ നമ്മൾ അതിലേക്ക് എത്തിക്കത്തില്ല. ഗൃഹവിചാരകന്മാരായി ദൈവം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗൃഹവിചാരകന്മാരിൽ ദൈവം അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. എപ്പോൾ ശ്രദ്ധിക്കുക, വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു രംഗം നിങ്ങൾ മറക്കരുത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറിക്കൊള്ളണം. നല്ലൊരു പങ്കും പ്രിയ സഹോദരന് ഉള്ള കാര്യം പറയാം, ഇറങ്ങിയിട്ടില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. യേശുക്രിസ്തുവിലെ വിശ്വാസം മാത്രമേ ഉള്ളൂ. സുവിശേഷത്തിൻ്റെ മേജർ പാർട്ട് ഇല്ല. ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം ഇല്ല, ഉണ്ടായിട്ടില്ല. ഇതുണ്ടാകണം. ഇതാണ് യേശുക്രിസ്തു പ്രസംഗിച്ചത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. മനസ്സിലായോ? ദൈവത്തെങ്കിലേക്കാണ് മാനസാന്തരം. അതായത് ദൈവത്തെങ്കിലേക്ക് ഞാൻ ചേരുകയാണ്, ആ അലയൻസിലേക്ക് ഞാൻ ചേരുകയാണ്. ഇത് മനസ്സിലാക്കിക്കോളാം. യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് അലയൻസ് ഏതാ ബ്രദറെ, സഹോദര, സഹോദരി, ഏതാസനെ? നേറ്റോ ആണോ? നേറ്റോ വളരെ പവർഫുള്ളാ. 32 രാജ്യങ്ങളാണ്. ഒന്നിനെ തൊട്ടാൽ 31 കൂടി വരും. അതാണ് അവരുടെ കണ്ടീഷൻ. പക്ഷെ അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള അലയൻസ് ആണ് സ്വർഗസ്ഥ പിതാവുമായി ക്രിസ്തുവിലുള്ള നിന്റെ അലയൻസ്. അതിലേക്ക് വരാൻ നീ തയ്യാറാണോ? അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരമാണ് അലയൻസ്. അതിനെ സഹായിക്കുന്ന ആളാണ് ക്രിസ്തു. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഈ അലയൻസ്, ഈ സ്പിരിച്വൽ അലയൻസ് ഉണ്ടെങ്കിൽ നീ എന്തിനാ പേടിക്കണേ? ഇതല്ലേ യേശുക്രിസ്തു പറയുന്നേ, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളെ എനിക്ക് തന്ന എൻ്റെ അപ്പനുണ്ടല്ലോ, എല്ലാവരിലും വലിയവനാ. ആ അലയൻസാണ് നമുക്കിപ്പോൾ തരുന്നത്. യേശു പറയാം, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളുമായി ഒന്നായി തീരണം. അലയൻസ്, ദി അലയൻസ്. ബാക്കി എല്ലാ അലയൻസും വെറും അലയൻസാ. ഇതാണ് ദി അലയൻസ്. തിരിച്ചറിയ. ഹല്ലേലൂയ. അതിലേക്ക് എന്നെ നിങ്ങളെയും ഇൻവൈറ്റ് ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ അലയൻസ് വിട്ട് കളയാൻ ഇടയാകരുത്. ബി വൈസ് ടു യൂസ് ദിസ് അലയൻസ്. ഹല്ലേലൂയ. ജോയിൻ ദിസ് അലയൻസ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കേ. എൻ്റെ മോനെ മോളെ, നീ പിന്നെ ഈ അജയനായിരിക്കും. നീ ദൈവത്തിന്റെ ഭാഗമായി മാറും. മനസ്സിലായോ? ദൈവത്തിന്റെ ഭാഗമായി മാറും. പിന്നെ നിനക്ക് വേണ്ടി ദൈവം കരുതും. ആ കരുതൽ ദൈവം കരുതുമ്പോൾ നീ ഒരു പ്രധാനപ്പെട്ട വിശ്വസ്തനായ ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെയും കരുതാൻ ഉപയോഗിക്കും. ആരെ പോലെ? നോഹയെ പോലെ, മോശയെ പോലെ, ജോഷയെ പോലെ, യേശുവെ പോലെ നിന്നെയും ദൈവം കരുതാൻ ഉപയോഗിക്കും. ദൈവത്തിന്റെ കരുതുന്ന കരമായി മാറും നീ. പക്ഷെ ആദ്യം വിശ്വസ്തരായിരിക്കണം നാം. ദൈവം നമ്മളെ പരിശോധിക്കും, ദൈവം നമ്മളെ പരീക്ഷിക്കും. നാം വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മളെ പരിശോധിക്കുമ്പോൾ, ഇതാണ് കർത്താവിൻ്റെ വചനത്തിൽ എപ്പോഴും പറയാറില്ലേ, ദൈവം എല്ലാവർക്കും യജമാൻ ഓരോ താലന്ത് കൊടുത്തു. എന്താ ചെയ്യണേ? പരിശോധിക്കുക. അതോടെ കുറച്ച് ആൾ കഴിയുമ്പോൾ ചോദിക്കും, എന്ത് ചെയ്തു എന്നതുകൊണ്ട്. അപ്പോൾ അത് ഓരോരുത്തരും പറയും, ഞങ്ങൾ അതുകൊണ്ട് ഇത്ര വ്യാപാരം ചെയ്തു, ഇത്ര ഉണ്ടാക്കി. ചിലർ പറയും കുഴിച്ചിട്ടു. ഇങ്ങനെ പലതും പറയുന്നതനുസരിച്ചിട്ടാണ് അവർക്കുള്ള പ്രതിഫലം. ഒരാൾ പറഞ്ഞു ഞാൻ കുഴിച്ചിട്ടു എന്ന്, അവനെ പുറത്താക്കി, അവൻ്റെ അടുത്ത് വ്യാപാരം ചെയ്തതിന് കൊടുത്തു. മനസ്സിലായോ? ഒരാൾ പറഞ്ഞു ഞാൻ 1 കൊണ്ട് 5 നേടിയെന്ന്. അപ്പോൾ ഈ തരുന്നത് എന്തിനു വേണ്ടിയാ? അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനാ. അവനോട് പറഞ്ഞു നീ 5 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരിയായിരുന്നോളാൻ പറഞ്ഞു. ഒരാൾ പറഞ്ഞു ഞാൻ 1 കൊണ്ട് 10 നേടിയെന്ന്. അവനോട് പറഞ്ഞു നീ 10 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരിയായിരിക്കാൻ. അവിശ്വാസത്തിനെ പുറത്താക്കി. അപ്പോൾ നമ്മൾ ഇവിടെ ഇതൊക്കെ കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മളെ ഈ ചെറിയ ഈ കൊച്ചു ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ പരിശോധിക്കുക. കൊള്ളാവുന്നവനാണോ അല്ലയോ? ഇത് നമ്മളുടെ കയ്യിൽ ധാരാളം തരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കൊള്ളാവുന്നവനായി തെളിഞ്ഞതുകൊണ്ടാണ്. ഹല്ലേലൂയ. എന്നാൽ ധാരാളം തരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ദൈവം ആഗ്രഹിക്കുന്ന പോലെ തെളിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. നമ്മൾ കരുതുന്നവരായിരിക്കണം. ദൈവത്തിന് വേണ്ടി കരുതണം. കാരണം നമ്മുടേത് ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതൊക്കെ ദൈവത്തിൻ്റെതാ, കരുതാൻ തന്നതാ. ഒരു സമയം വരുമ്പോൾ നമ്മളെടുത്ത് ഉപയോഗിക്കാൻ ദൈവം പറയും. മനസ്സിലാവുന്നുണ്ടോ?
കാരണം നമുക്കിവിടെ ഒന്നുമില്ലെന്ന് നിൽക്കുന്നതായിട്ട് ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ രാജ്യമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഏരിയ ഓഫ് മാനേജ്മെൻറ്റിൽ ദൈവം പലതും ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഈ ആളുകളോടൊക്കെ ലോകം പറയുന്ന ഒരു സംഭവം ഞാനും പറയാറുണ്ട്, നിങ്ങൾ കരുതണം. കാരണം ഒരു എമർജൻസി പീരീഡ് വരികയാണ്. ജീവിതത്തിൽ എപ്പോഴും എമർജൻസി ഉണ്ടാകും, എപ്പോഴും എമർജൻസി ഉണ്ടാകും. അപ്പോൾ ഈ എമർജൻസി പീരീഡ് വരുമ്പോൾ ലോകക്കാർ പറയാറുണ്ട്, ലോകത്തിലെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരു എമർജൻസി പാക്കേജ് ഉണ്ടാകണം. എല്ലാ മാസവും കിട്ടുന്ന ശമ്പളത്തിൻ്റെയോ ബിസിനസ്സിൻ്റെ ഇൻകത്തിൻ്റെയോ കൂലിയുടെയോ ഒരു തുക നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ എമർജൻസി ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. ഒരു 10%, 5% അതിലേക്ക് മാറ്റിവെക്കണം. അങ്ങനെ വെച്ച് വരുമ്പോൾ ഒരു പ്രശ്നം ഉള്ള സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി എമർജൻസി ഫണ്ടുണ്ട്. അപ്പോൾ എൻ്റെ കീഴിലുള്ള 2 വ്യക്തിത്വങ്ങളുടെ കയ്യിൽ ഞാൻ ഈ ഒരു സംഭവം ഏൽപ്പിക്കപ്പെടുവാനായിട്ട് ഇടയായി. ഒരു ഫണ്ട് ഏൽപ്പിച്ചു വന്നിട്ട് പറഞ്ഞു, ഇത് ചിലവാക്കരുത്. അപ്പോൾ ഇതിനെ ചിലവാക്കാനല്ലെങ്കിൽ പൈസ വേണം, ചിലവാക്കാനല്ലെങ്കിൽ പൈസ വേണം. കാരണം അതവിടെ കിടക്കുമ്പോൾ അതങ്ങനെ ഹോൾഡ് ചെയ്ത് ദൈവം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുക അല്ലേ, അതങ്ങനെ ഹോൾഡ് ചെയ്ത് കിടക്കുമ്പോൾ നിൻ്റെ മനസ്സ് പലതിനെ ചൊല്ലിയും വിചാരപ്പെടുന്നത് നിർക്കും. കാരണം അതവിടെ ദൈവം അവിടെ വെച്ചിട്ടിരിക്കുക. ഒരു വിഷയം ഉണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഒരു അത്യാവശ്യ ഘട്ടം വന്നു, അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അത് ഒരാളുടെ കൊടുത്തു. അയാളുമായിട്ട് ബന്ധത്തിലുള്ള ഒരാൾ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ, ആ ഫണ്ട് എന്ത് ചെയ്യേ, അതെടുത്തോ? ഇല്ലില്ല, അത് ഞാൻ എടുക്കൂല, അത് എന്നോട് സൂക്ഷിച്ചു വെക്കാനാണ് പറഞ്ഞേക്കണേ, അത് ഞാൻ എടുക്കത്തില്ല. അപ്പോൾ ആ ഫണ്ട് അവിടെ തന്നെയുണ്ട്. ഇതേപോലെ തന്നെ വേറൊരാളുടെ കയ്യിലും ഫണ്ട് ഏൽപ്പിച്ചു, ഇതെടുക്കരുത്, എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ മാത്രം, ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകാൻ ഇമ്മീഡിയറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാതെ എടുക്കരുത്. കുറച്ച് ആൾ കഴിഞ്ഞിട്ട് ആ വ്യക്തിയോട് ഇത് ചോദിച്ചപ്പോൾ അത് ചിലവായി പോയി. അതെവിടെ പോയി? അത് ചിലവായിൽ പോയി. മനസ്സിലായോ? ഇവിടെ എന്തുവാ നമ്മളെ കാണിക്കണേ? എൻ്റെ കയ്യിൽ ഫണ്ട് ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല, എൻ്റെ കയ്യിലിരുന്നാൽ ഫണ്ട് ചിലവായി പോകും. മനസ്സിലായ? എന്നാൽ ആദ്യത്തെ വ്യക്തി കാണിച്ചത്, എന്നോട് പറഞ്ഞ ആള് എൻ്റെ തലയാ. ആ തല പറഞ്ഞതുപോലെ ഇത് കീപ്പ് ചെയ്യാൻ എനിക്ക് തന്നിരിക്കുക. എവിടെയെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ, ഇതാ വെറും ആവശ്യമല്ല, അത്യാവശ്യം വരുമ്പോൾ എനിക്കിതിൽ നിന്ന് ഉപയോഗിക്കാം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇതേപോലെ ദൈവം ഓരോ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അതിൽ നാം വിശ്വസ്തതയുള്ളവരായി ദൈവം കണ്ടാൽ വീണ്ടും നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും, വീണ്ടും നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും, വീണ്ടും നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. മനസ്സിലായോ? അവർക്കാണ് ദൈവത്തിൻ്റെ കരുതുന്ന കരങ്ങളാകാൻ കഴിയുക. അല്ലാത്തവർക്ക് കഴിയില്ല. കാരണം ദൈവം എന്തെങ്കിലും ഏൽപ്പിച്ച് അടുത്ത ദിവസം നോക്കുമ്പോൾ ഇല്ല. ഞാൻ ഒരാളെ കണ്ടു ഇന്ന് കടത്തിണ്ണയിലാണ് കിടന്നുറങ്ങണേ. കടത്തിണ്ണയിൽ അവിടെ എവിടെയും കിടന്നുറങ്ങുക. ഈ വ്യക്തി നേരത്തെ ഇതുപോലെ ആയിരുന്നില്ല. ഈ വ്യക്തി നേരത്തെ ഒരു നല്ലൊരു കോൺട്രാക്ടറായിരുന്നു, സ്വത്തുക്കളുള്ള ആളായിരുന്നു, പല കാര്യങ്ങളുള്ളതാണ്. പക്ഷേ ഈ വ്യക്തിയുടെ ഒരു പ്രശ്നം കിട്ടുന്നതുണ്ടല്ലോ, അത് ഉടനെ ഒന്ന് പൊടിച്ച് കളയും. എവിടെ നിന്നെങ്കിലും ഫണ്ട് കിട്ടിയാൽ ആ ഫണ്ട് കൊണ്ട് നേരെ പോയി പന്നിയിറച്ചി, കരിമീന് മേടിക്കേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് ഒരു കുപ്പിയും കൂടെ വാങ്ങിച്ച് അന്നൊന്ന് ആഘോഷിച്ചിട്ടേ അടങ്ങൂ. കിട്ടിയത് മുഴുവൻ ദൂർത്തടിച്ച് കളയും. ഇന്ന് പോയി ഒന്നുമില്ല, വീട് പോലുമില്ല, കടത്തിണ്ണയില കിടന്നുറങ്ങണേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം ഏൽപ്പിച്ചതൊക്കെ വിശ്വസ്തയോടെ നാം കൈകാര്യം ചെയ്യുക. ദൈവം നമ്മളെ കരുതുന്നവരായിട്ട് ഉപയോഗിക്കും. മനസ്സിലായോ? ഈ അന്ത്യനാളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരുടെയും മുമ്പിൽ കൈനീട്ടി ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കരുതുന്നവരായി നാം മാറുക. എസ്പെഷ്യലി എൻഡ് ടൈം. ഇത് തിരിച്ചറിഞ്ഞ് വേണം പ്രവർത്തിക്കാൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ബുദ്ധിയുള്ള 4 ജീവികളുണ്ട്. കൂടുതലുണ്ട്, ശലോമോന് വെളിപ്പെടുത്തി കൊടുത്തതും ഈ 4 ആ ബുദ്ധിയുള്ള 4 ജീവികളിൽ ഒന്നെന്ന് പറയുന്നത് കുഴിമുയല.
കുഴിമുയല. ഈ കുഴിമുയൽ ഇതാ ഒരു ചെന്നായ തന്നെ ഓടിച്ചിടുകയാണ്. തന്നെ കാരണം ചെന്നായയുടെ ബ്രേക്ക്ഫാസ്റ്റായി സാധനം. ഇത് ഓടിച്ചിടുകയാണ്. ഇത് ഓടനെ പോയിട്ട് ഇതാ ഒരു പാറയുടെ ഇടയിൽ കൊച്ചൊരു കുഴിയുണ്ട്, അതിനിടയ്ക്ക് അകത്തേക്ക് കയറിപ്പോയി. ചെന്നായ കുറച്ചു നേരം പുറത്ത് വെളിയിൽ നിന്നിട്ട് പോകും. കാരണം ഇവനെ എവിടെ ഇട്ട് പിടിക്കാനാ പാറയുടെ ഉള്ളിൽ നിന്ന്. ഹല്ലേലൂയ. ഇതുപോലെയാണ് നമ്മുടെ രക്ഷയുടെ പാറയായ ക്രിസ്തു. മനസ്സിലായോ? ഹല്ലേലൂയ. നാം ക്രിസ്തുവിൻ്റെ ഉള്ളിലാണെങ്കിൽ നാം പ്രൊട്ടക്റ്റഡാണ്. ക്രിസ്തു പുറത്താണെങ്കിൽ പ്രൊട്ടക്റ്റഡ് അല്ല. സദൃശ്യമൊക്കെ 30:24 മുതൽ വായിച്ചേ. 30:24 മുതൽ. ഭൂമിയിൽ എത്രയും ചെറിയവനെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവനായിട്ട് 4 ഉണ്ട്. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൻ പാർപ്പിടം ഉണ്ടാക്കുന്നു. വെട്ടുകിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ഓ ലോർഡ്, ഐ ലവ് യു. നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മളും ഈ ജീവികളെയൊക്കെ ഒന്ന് പോയി കണ്ടു പഠിക്കണം. കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് വൈബ്രൻ്റ് എഡ്യൂക്കേഷൻ എന്നുള്ള പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഈ ജീവികളല്ല വേറൊരു ജീവിയെക്കുറിച്ച് അറിയിച്ചു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ്? ആ എട്ടുകാലി. അത് ഭയങ്കര ജ്ഞാനോ. എത്ര അതിൻ്റെ കൂടടിച്ച് പൊട്ടിച്ചാലും അത് നിരാശനാകത്തില്ല, അത് വീണ്ടും പണിയും. ചുറ്റുപാടുമുള്ളവർ നമ്മൾ പണിയുന്ന പ്രവൃത്തിയെ പൊളിക്കും, എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടും പണിയുക. ദൈവം നിനക്കൊരു ഉയർച്ച തരും, നിശ്ചയം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കുക, ഭൂമിയിൽ എത്രയും ചെറിയവെങ്കിലും അത്യന്ത ജ്ഞാനമുള്ളവയായിട്ട് 4 ഉണ്ട്. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. ഉറുമ്പ് കരുതുന്നതാ, നമ്മുടെ ദൈവം കരുതുന്നതാ. അങ്ങനെയെങ്കിൽ നീയും ഞാനും കരുതുന്നതായിരിക്കണം. മനസ്സിലായോ? ഇവിടെയാണ് ജ്ഞാനം കൊണ്ട് ആവശ്യം. കരുതുന്നവരായിരിക്കണം നമ്മൾ, കരുതുന്നവർ. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഞാനും നിങ്ങൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വരേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊന്നും പറഞ്ഞു തരാൻ നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പൂർവിക പിതാവിനുണ്ടായ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. നമ്മുടെ പൂർവിക പിതാവിനുണ്ടായ ശാപമാണ് നെറ്റിയിലെ വേർപ്പ് കൊണ്ട് നീ കഴിച്ചോളണം. നെറ്റിയിലെ വേർക്ക് എന്തിനു വേണ്ടിയാ? ഫുഡിന് വേണ്ടി. അപ്പോൾ വർക്കിന് എന്തിനു വേണ്ടിയാ? കറൻസിക്ക് വേണ്ടി. അതിൽ നിന്ന് ഒരു വിടുതൽ നമ്മൾ ഓൾറെഡി പ്രാപിച്ചിരിക്കണമായിരുന്നു. ഇത് പ്രാപിക്കണമെങ്കിൽ ഒരു പീരീഡിൽ ഫൈനാൻഷ്യൽ ഒരു കൺട്രോൾ നമ്മുടെ ജീവിതത്തിൽ വേണമായിരുന്നു, ഒരു പ്ലാനിങ് വേണമായിരുന്നു. ആ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് വിടുതൽ പ്രാപിക്കാൻ പറ്റും. യേശുവിനെ ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? പറ്റുമെങ്കിൽ മറ്റൊരു സമയം എടുക്കുക. യേശു ഇതേ ശാപത്തിൻ്റെ കീഴിലാണ് വന്ന് ജീവിച്ചേ. പക്ഷെ തൻ്റെ 30 വയസ്സ് വരെ കാർപ്പൻട്രി വർക്ക് ചെയ്തു. 30ാമത്തെ വയസ്സിൽ താൻ ഫ്രീ ആയി. ഹലോ, തൻ്റെ പിതാവിൻ്റെ വർക്കിന് വേണ്ടി ഫ്രീ ആയി. അല്ലാണ്ട് യേശു ക്രിസ്തു നേരെ പിതാവിൻ്റെ വർക്കിന് വേണ്ടി അവിടെ പത്രോസ് വാ യാക്കോബേ പ്രസംഗിക്കാൻ പോയപ്പോൾ ഉടനെ മേരി വിളിച്ചു പറയാ, മോനെ മല്ലി തീർന്നു, മുളക് വാങ്ങിച്ചോണ്ട് വരണേ എന്ന് പറഞ്ഞ പരിപാടി നടക്കത്തില്ല. കാരണം പിൻപിലേക്ക് പിടിക്കുക. അപ്പം ആ സമയത്തൊരു ഫ്രീഡം ഉണ്ടാകണം, എങ്കിലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ. ഹല്ലേലൂയ. പക്ഷേ ഇതിനൊക്കെ നേരത്തെ മുതൽ നമ്മളെ ഇത് ഗൈഡ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നവരായിരിക്കണം, എങ്കിലും നടക്കും. ഇന്ന് കണ്ടിട്ടില്ലേ, വയസ്സ് 75-80 ആയി. ഇവിടെ ഈ ജംഗ്ഷനിൽ അപ്പച്ചനെ ഇരുന്ന് ഇറച്ചി വെട്ടുന്നുണ്ട്. വയസ്സ് ചോദിച്ചപ്പോൾ 84-85 കണ്ടോ. ഇപ്പോഴും ഇദ്ദേഹം വെട്ടിക്കൊണ്ട് ചെന്നാലേ വീട്ടിൽ കഴിക്കാൻ പറ്റുള്ളൂ ഇദ്ദേഹത്തിന്. ഫൈനാൻഷ്യൽ ഫ്രീഡം ആയിട്ടില്ല. എപ്പോഴും മനസ്സിലാക്കേണ്ടത് കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ ശരീരം അനങ്ങൂല, ഇത് ബലഹീനമാകും. കാരണം ഇത് ശാപത്തിന് കീഴിൽ പോയി കിടക്കുന്ന സാധനം. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഉറുമ്പ് ഇതാ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് മൂവ് ചെയ്യുക.
ഇതാ ഇവിടെ പറയുന്നേ. ഇവിടെ പറയാണ്, അതിനറിയാം വർഷക്കാലം വരുമ്പോൾ എനിക്ക് ഫുഡ് കിട്ടൂല, മൊത്തം വെള്ളമായിരിക്കും, എനിക്ക് ഇറങ്ങാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ വേനൽക്കാലത്ത് എന്ത് ചെയ്യുന്നറിയാമോ? വേനൽക്കാലത്ത് അത് നന്നായിട്ട് അധ്വാനിക്കും. കൊയ്ത്ത് കാലത്ത് തൻ്റെ കൊയ്ത്ത് ശേഖരിച്ച് തൻ്റെ കളപ്പുരയിൽ കൊണ്ട് വയ്ക്കും. മഴ നനയാത്ത എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കും. എടുത്താൽ കിട്ടിയാ മഴക്കാലമാകുമ്പോൾ എല്ലാവരും അയ്യോ വിശക്കണേ, അയ്യോ വിശക്കണേ, അയ്യോ വിശക്കണേ എന്ന് പറയുമ്പോൾ ഈ പുള്ളിക്കാരന് അങ്ങനെ കരയത്തില്ല. കാരണം എൻ്റെ കലവറയിൽ ആവശ്യത്തിന് ഉണ്ട്. പിടുത്തം കിട്ടിയാ? പുള്ളി കരുതുന്നവനാ, ഉറുമ്പ് കരുതുന്നവനാ. പിടുത്തം കിട്ടിയാ? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ ഒരു പീരീഡ് വരുന്നുണ്ട്. ദൈവം അതിനെ വളരെ വ്യക്തതയോടെ പറഞ്ഞു. ഈ ലോകത്തിൻ്റെ എക്കോണമിയിൽ നിന്ന് ദൈവമക്കളെ തള്ളി പുറത്താക്കും. വിൽക്കാനും വാങ്ങാനും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ മുദ്രയുള്ളവനല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. മുദ്ര എടുത്താൽ സ്വർഗ്ഗത്തിലെ ദൈവം പറയുന്നു, നീ തീപ്പൊയ്കലേക്ക് നിന്നെ തള്ളും. ഇത് വല്ലതും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടോ? എൻ്റെ മക്കളെ, ഈ അന്ത്യസമയത്ത് ദൈവത്തിൻ്റെ കരുതുന്ന കരങ്ങളായി ദൈവം നിങ്ങളിൽ ചിലരെ കാണുകയാണ്. അപ്പോൾ കരുതുന്ന കരങ്ങളായി നിലകൊള്ളണം. നിങ്ങളൊരു ക്യാഷ്വൽ കരുതുന്ന കരങ്ങളല്ല, ദൈവാത്മാവ് നയിക്കപ്പെടുന്ന കരുതുന്ന കരങ്ങൾ. ക്യാഷ്വൽ കരുതുന്ന കരങ്ങളൊക്കെ തട്ടി താഴെ പോവും. ദൈവാത്മാവാൽ നയിക്കപ്പെട്ട് കരുതുന്ന കരങ്ങളായി ദൈവം നമ്മളെ ആഗ്രഹിക്കുക. അപ്പോൾ ഈ കുഴിമയലിനെ പോലെ പാറയുടെ ഉള്ളിൽ നമ്മുടെ പാറ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വസിച്ചോളണം. ഉറുമ്പിനെ പോലെ കരുതുന്നതായിക്കൊള്ളണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇനി എങ്ങനെ കരുതണം പാസ്റ്ററെ എന്ന് ചോദിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ മറുപടി മടിയാ. അങ്ങനെ തന്നെയാ. നീ ഉറുമ്പിൻ്റെ അടുക്ക ചെല്ലുക, എന്നിട്ട് അതിൻ്റെ വഴികളെ നോക്കുക, എന്നിട്ട് ആര് നോക്കി ബുദ്ധി പഠിക്കുക. പിടുത്തം കിട്ടിയാ? ഉത്തരം കിട്ടിയില്ലേ? ഇന്ന് പോലും ഉറുമ്പിൻ്റെ വഴി പോയി നോക്കിക്കോ, കിട്ടും. അല്ലാണ്ട് ചോദിക്കണേനും പിടിക്കണേനും ഓട്ടാനെ മെസ്സേജ്, പാസ്റ്ററെ ഇനി എന്താ ചെയ്യണ്ടേ? തിരിച്ചുത്തരം മടിയാ. ഈ ഉറുമ്പിൻ്റെ അടുക്ക ചെല്ലുക, അതിൻ്റെ വഴികൾ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും ഇല്ലാഞ്ഞിട്ടും അത് വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്ത് കാലത്ത് അത് ആഹാരം ശേഖരിക്കുന്നു. പിടുത്തം കിട്ടിയാ? ഹല്ലേലൂയ. ഇനി പാസ്റ്റർ പറഞ്ഞിട്ട് വേണം അത് ക്ലിപ്പെടുത്ത പനേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം പാസ്റ്റർ പറഞ്ഞത് കേട്ടാ? ശ്രദ്ധിക്കുക, ഈ നാളുകളിൽ ഫോണിലൂടെ സംസാരിക്കുന്നതും വാട്സപ്പിലൂടെ സംസാരിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. കാരണം അത് മീഡിയക്കാരുടെ കയ്യിലേക്ക് പോകും പെട്ടെന്ന്. ഹല്ലേലൂയ. അവർക്ക് ലോക മനസ്സ് അവർ ചിന്തിക്കണേ, അവർക്ക് ദൈവിക മനസ്സൊന്നുമല്ല. അവരെ ദൈവം ഉപയോഗിക്കണം, അവരുടെ ചാനലിന് റീച്ച് കിട്ടാൻ നോക്കണേ. പിശാച് അത് ആയുധമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ അന്ത്യനാളിലെല്ലാം ബുദ്ധിപൂർവ്വം വേണം കൈകാര്യം ചെയ്യാൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. പിന്നെ വെട്ടുകിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെ അണിയണിയായി പുറപ്പെടുന്നു. അതായത് അതിന് രാജാവൊന്നുമില്ല, അണിയണിയായി. കാരണം അതിൻ്റെ ഐക്യത. ഒറ്റയ്ക്കല്ല നിൽക്കണേ, അത് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഐക്യതയോടുകൂടെ നിൽക്കണേ, ഐക്യതയോടുകൂടെ. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. ഇത് പൊളിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് ബിസിനസ് സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലിക്കാരുണ്ടോ? നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ വന്നിട്ട് അവർ പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ കൂടെ പോരാട്ടാ. എന്താ ഇവർ പറയണേ? ഇപ്പോൾ ഓൾറെഡി നീ അവരോട് വർക്ക് ചെയ്യുകയാണ്, അത് പൊളിച്ച് നീ ഞങ്ങളുടെ അങ്ങ് പോരെ. ആ ഐക്യത നശിപ്പിച്ച് കളയുക. ഇതേപോലെ പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ ഏദനിൽ കടന്നതുപോലെ, എന്നിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയല്ല നിൽക്കണേ, ഞങ്ങളുടെ കൂടെ പോര്, വലിയ ഓഫർ തരാം, നിങ്ങൾ ദൈവത്തെ പോലെ ആവും. അപ്പോൾ നമ്മുടെ ഐക്യത എടുത്തു കളയുക. ഇവിടെ മനസ്സിലാക്കണം, നമ്മളുടെ ഐക്യത നഷ്ടപ്പെടുവാനായിട്ട് അനുവദിക്കരുത്. ഒരിക്കൽ എൻ്റെ ഭൂമിയിലെ അപ്പം പറഞ്ഞൊരു കഥ, ആ പുള്ളി എവിടെ നിന്നെങ്കിലും കേട്ടതായിരിക്കും. അദ്ദേഹം പറഞ്ഞൊരു കഥ, ഈ തനിക്ക് 6-7 മക്കളുണ്ട്. ആ മക്കൾ ഇവരെപ്പോഴും ഒരെണ്ണത്തിന് ഒരാളെ കണ്ടുകൂടാ. അപ്പോൾ താൻ വയ്യാതിരിക്കുക, ഈ മക്കൾ കാണാൻ വന്നു. അപ്പോൾ അപ്പന് ഞങ്ങളുടെ വല്ലതും പറയാനുണ്ടോ? അപ്പം പറഞ്ഞു, എടാ മക്കളെ, നിങ്ങളെല്ലാവരും പോയിട്ട്
അവിടെ മുമ്പിൽ നിൽക്കുന്ന പേരയില്ലേ, അതിൻ്റെ ഓരോ വടി വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഇവന്മാർ വടി വെട്ടിക്കൊണ്ടുവന്നു. ഈ വടി വെട്ടിക്കൊണ്ടുവന്നപ്പോൾ അപ്പൻ അത് രണ്ടിങ്ങനെ പിടിച്ചിട്ടേ ടിക് 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 എല്ലാം ഒടിച്ച് പള്ളേ കളഞ്ഞു. വീണ്ടും ഒരു വടി വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു വടി വെട്ടിക്കൊണ്ടുവന്നു. ഇതെല്ലാം കൂടി അപ്പൻ കൂട്ടി വെച്ചു. അന്നൊരു ചെറുതായിട്ടൊന്ന് കെട്ടി, എന്നിട്ട് ഓരോ പിള്ളേരുടെയും കൊടുത്തു. ഓടിക്കാൻ പറഞ്ഞു. ഇവർ നോക്കിയിട്ട് എവിടെ ഓടിയാനാ? ഓടിയണില്ല. അപ്പം പറഞ്ഞു, എനിക്ക് വേണ്ടത് ഇതാ, നിങ്ങൾ ഐക്യതയോടെ നിൽക്കണം. നിങ്ങളുടെ ഇടയിൽ ഇടർച്ച വരുത്താൻ നോക്കുന്നവർ അവരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിങ്ങൾ മാറണം. മനസ്സിലാകുന്നുണ്ടോ? ഒരുത്തരി ഇടർച്ച വരത്തരുത്. അന്ത്യനാളുകളിൽ ഈ യാത്രയിൽ ആരും ആർക്കും ഇടർച്ച വരത്തരുത്. ഇടർച്ച വരുത്തുള്ള 1-2 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക. അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അവനെ പുറത്താക്കുക. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. ശത്രുവുമായി കൂട്ടുകൂടുന്നവനെ അകത്ത് വെക്കരുത്, അവനെ പുറത്താക്കണം. ഹല്ലേലൂയ. ഹവ്വ ശത്രുവുമായി കൂട്ടുകൂടി. ആ കൂട്ടുകൂടിയ ഹവ്വയെ കൂട്ടുകൂടാൻ ആദം റെഡിയായി. അവസാനം ആദം ഹവ്വയും കൂടി പുറത്തു പോയി. മനസ്സിലായോ? ശത്രുവുമായി കൂട്ടുകൂടുന്നവരോടുള്ള കൂട്ട് നമുക്കുണ്ടാകരുത്. കാരണം കൂട്ടുകൂടിയാൽ നമ്മളും പുറത്ത് പോകും എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അടുത്തത്, പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. പല്ലി ഭയങ്കര ബുദ്ധിയാന്നാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല്ലി? ഈ പല്ലി എല്ലായിടത്തും ഉണ്ട്. ഏത് കൊട്ടാരത്തിലാണെങ്കിലും ഈ പുള്ളിക്കാരനുണ്ട് അവിടെ. നിങ്ങൾ ഇതാ പല്ലി മൂവ് ചെയ്യുന്നു, പല്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക താഴെ കൂടെ. ഓടനെ മണികണ്ഠം പൂച്ച ചാടി വീണു അതിൻ്റെ മുകളിലേക്ക്. ഈ എടി പല്ലി, നിന്നെ ഞാൻ ശരിയാക്കി, ഇന്ന് നീയാടി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ചാടി വീണ്. പല്ലി എന്തായിരിക്കും ഒരു പക്ഷെ പറയുന്നത്? എൻ്റെ മണികണ്ഠൻ ചേട്ടാ, ബൈബിളിൻ്റെ വചനം എനിക്ക് സപ്പോർട്ടാ, ഇതാ പിടിച്ചോ എൻ്റെ വാല്. ഞാനാ ബുദ്ധിയുള്ളത്. നിമിഷം തരണ്ട് ഉത്തരത്തിലെത്തിയത്. വാല് താഴെ കിടന്ന് പിടയ്ക്കുന്നു. അത് പിൻപിലുള്ളതിനെ വിട്ടുകൊടുത്തിട്ട് തൻ്റെ മുൻപിലുള്ള ജീവനും കൊണ്ട് അത് നേരെ ഉത്തരത്തിൽ കയറി. നമുക്കും നമ്മുടെ ജീവനെ ഇതാ പിൻപിലുള്ള ഇവിടം കൊണ്ട് തീരുന്നതിനെ ഇവിടെ വിട്ടിട്ട് നിത്യം നിലനിൽക്കുന്നതുമായിട്ട് നമുക്ക് ഉയരത്തിൽ കയറാം. മനസ്സിലാവുന്നുണ്ടോ? ഉയരത്തിൽ കയറാം. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ കരുതുന്നവരായിരിക്കണം. ഈ അന്ത്യകാലത്ത് കരുതുന്നവരായിരിക്കണം. കരുതുന്നവർ ആരെ പോലെ കരുതണം? കരുതുന്നവർ ഉറുമ്പിനെ പോലെ കരുതണം. കരുതുന്നവർ ആരെ പോലെ കരുതണം? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ ബ്രദർ, ഈ ഉറുമ്പിനെ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്താ എങ്ങനെ ചെയ്യണേ അതറിയത്തില്ലെങ്കിൽ കരുതുന്നവർ ജോസഫിനെ പോലെ കരുതണം. ജോസഫിനെ പോലെ കരുതണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയാണ്, ഈ ഒരു സമയത്ത് ജ്ഞാനം കൊണ്ട് ആവശ്യം. ഹല്ലേലൂയ. ഈ 4 ജീവികൾക്ക് നല്ല ജ്ഞാനമാണ്. ആ 4 ജീവികളെയും നമ്മൾ ഫോളോ ചെയ്യുക, അവരെ പഠിക്കുക, അവരുടെ നേച്ചർ പഠിക്കുക. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ജോസഫിനെ പഠിക്കുക. ജോസഫിൻ്റെ സമയത്ത് ഇതാ ഫറോ 7 വർഷത്തെ സമൃദ്ധി, 7 വർഷത്തെ ക്ഷാമം. എന്ത് ചെയ്യണം? ജോസഫിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഉണ്ടാകുന്ന സമൃദ്ധിയിൽ നിന്ന് ഒരു ഭാഗം 5-1 20% നിങ്ങളെടുത്ത് സേവ് ചെയ്യണം. സഭയോട് ദൈവത്തിൻ്റെ അരുളപ്പാട്, ഈ ജ്ഞാനം നിങ്ങൾ ഉപയോഗിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ സമൃദ്ധിയുടെ സമയത്ത് കിട്ടിയതല്ലേ, അതും പോരട്ടെ, ഇതും പോരട്ടെ, കരിമീൻ പോരട്ടെ, നെയ്മീൻ പോരട്ടെ, ആ കാറിങ്ങ പോരട്ടെ, ഈ കാറിങ്ങ പോരട്ടെ. നോ 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 നോ. അത്യാവശ്യം ബാക്കി നീ സേവ് ചെയ്യണം. നീ കരുതണം. ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി. ദൈവത്തിന്റെ വചനം പറയുന്നു, നോഹ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി ഒരു പെട്ടകം ഒരുക്കി, അതിലൂടെ അവരുടെ ജീവൻ രക്ഷിച്ചു. നോഹ കരുതുന്നവനാ. ഹല്ലേലൂയ. നിന്നെയും ദൈവം അതേപോലെ ഒരു കരുതുന്നവനായി ക്ഷണിക്കുക. നിന്നെ മാത്രമല്ല, നിന്നിലൂടെ പലരെയും കരുതണം. ഇതാ ജോസഫ്, നോഹ 8 പേരെ സംരക്ഷിച്ചെങ്കിൽ ജോസഫ് ഒരു രാജ്യം മുഴുവന് മാത്രമല്ല അയൽ രാജ്യങ്ങളെയും കൂടെ താൻ കരുതി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ അന്ത്യനാളുകളിൽ നീ കരുതുന്നവനായിരിക്കണം. ഇനി കരുതുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പൊട്ടത്തരം പോയി ചെയ്യരുത്. കർത്താവ് പറഞ്ഞു, നീ ആർക്ക് വേണ്ടി കരുതുന്നോ അവനെ സൂക്ഷിച്ചോളണം. അവൻ്റെ പേരാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യരെ സൂക്ഷിച്ചോളണം. ഇവരെ കെട്ടിപ്പിടിക്കുമ്പോൾ സൂക്ഷിച്ചോളണം, നിൻ്റെ മേത്തേക്ക് വല്ലതും കുത്തിക്കയറുന്നുണ്ടോയെന്ന്. മനസ്സിലായോ? ഹല്ലേലൂയ. മനുഷ്യനെ സൂക്ഷിച്ചുകൊള്ളുക. സൂക്ഷിച്ച് അപ്പം തന്നെ അവന് സഹായമായിരിക്കണം. ഇച്ചിരി അടുപ്പിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ ഇത്തിരി ദൂരെ നിന്ന് സഹായിക്കണം. ഇല്ലേ? നമുക്ക് ചില മൃഗങ്ങളോടൊക്കെ സ്നേഹമൊക്കെ തോന്നാറില്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ സൂവിലേക്കൊക്കെ പോകുമ്പോൾ
ടൈഗറിനോട് അതിന് ഫീഡ് ചെയ്യണമെന്നൊക്കെ തോന്നി. ഞാൻ ഒരിക്കലും തൃശ്ശൂരാണ് എവിടെയോ പോയപ്പോൾ ഒരാൾ അതിനോട് സ്നേഹം തോന്നിയിട്ട് അതിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. അതൊരൊറ്റ മാന്തൽ ഇവിടെ നിന്ന് ഒരു ചീളങ്ങ് പോയി. മനുഷ്യനെ സൂക്ഷിച്ചോളണം, നിൻ്റെ ചീള് പോകാതെ സൂക്ഷിച്ചോളണം, നിൻ്റെ ചീളെടുത്ത് കളയാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് കൊടുക്കണം? കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുക്കണം. അപ്പോൾ എന്തിനെന്നറിയാമോ? ഒരു കോലിൽ കുത്തിയിട്ട് കൊടുക്കണം. സഹായിക്കുകയും ചെയ്തു, നമുക്ക് ഉപദ്രവം ഉണ്ടായില്ല. അതുകൊണ്ട് ഉപകാരം ചെയ്ത് ഉപദ്രവം ഏറ്റുവാങ്ങരുത്. ശ്രദ്ധിക്കുക, അവൻ ഉപകാരപ്പെട്ടോട്ടെ, പക്ഷെ അത് നിന്നെ ഉപദ്രവിക്കാൻ ഇടയാകാത്ത രീതിയിൽ വേണം. മനസ്സിലായ? അപ്പോൾ അന്ത്യനാളുകളിൽ ദൈവം ആരെ അന്വേഷിക്കുന്നു? കരുതുന്നവരെ അന്വേഷിക്കുന്നു. കരുതുന്നവനായി ദൈവം നിന്നെ ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞു. പക്ഷേ നിൻ്റെ ജീവിതത്തിൽ വിശ്വസ്തത തെളിയിക്കേണ്ട ഒരു സമയമാണ്. ഹല്ലേലൂയ. ദൈവം അതിന് ചെറുത് നമ്മുടെ തരും. നാം വിശ്വസ്തരെങ്കിൽ ദൈവം നമ്മളെ അധികത്തിൽ വിചാരകന്മാരാക്കും. വിശ്വസ്തരല്ല എങ്കിൽ ദൈവം നമ്മളെ ആ ശുശ്രൂഷ ഏൽപ്പിക്കുകയില്ല. അതുകൊണ്ട് കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. അവനവനെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് പരിശോധിക്കട്ടെ. ഞാൻ ആരാണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നോട് വിശ്വസ്തതയുള്ളവനാണോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് വേണ്ടി കരുതുന്ന വ്യക്തിയാണോ? അതോ കിട്ടുന്നതെല്ലാം ചെലവാക്കി തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള തത്വമാണ് എൻ്റേത്? ദൈവം അന്വേഷിക്കുന്ന ആ വ്യക്തിത്വം ഞാനാണോ? എൻ്റെ സുവിശേഷം ഞാൻ കേട്ടതിൽ യേശുവിലുള്ള വിശ്വാസം മാത്രമോ ഞാൻ കേട്ടത്, അതോ ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം കേട്ടോ? ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരം കേട്ടില്ല എങ്കിൽ യേശുവിൽ വിശ്വസിച്ച് ലോകം നേടാൻ അതേ വഴി തന്നെ നീ യാത്രയാകും. അങ്ങനെ ആരെങ്കിലും യാത്രയാകുന്നുവെങ്കിൽ പ്രിയ മകനെ, നിന്നെ കൊണ്ടുപോകുന്ന ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. നിന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. എന്നിട്ട് യേശുവിൽ നീ പിതാവിങ്കിലേക്ക് മടക്കയാത്ര ചെയ്യുക. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക്, ക്രിസ്തുവാണ് എൻ്റെ പാറ, ഞാനാകുന്ന കുഴി മുയൽ പോയി ഒളിക്കുന്ന പാറയാണ് ക്രിസ്തു. ക്രിസ്തു പറഞ്ഞു, എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ആർക്കും നിങ്ങളെ പിടിച്ചു പറിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ എനിക്ക് തന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ്, പിതാവ് എന്നിലും വലിയവനാണ്. ആ ക്രിസ്തുവിൽ മടക്കയാത്ര ചെയ്യുവാൻ ദൈവസന്നിധി ഒരു തീരുമാനമെടുത്തേ. നീ ഹൃദയം കൊണ്ട് മാനസാന്തരപ്പെട്ടപ്പോൾ, യൂട്ടേൺ എടുത്തപ്പോൾ, ഇതുവരെ നിൻ്റെ മുമ്പിലായിരുന്ന ലോകം ഇപ്പോൾ പിൻപിലായി. ഇനി പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടണം. ഹല്ലേലൂയ. അതിനായി ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചേ. പ്രിയമകനെ, പ്രിയമകളെ, ദൈവം നിന്നോട് സംസാരിച്ചോ? നീയാണ് ദൈവത്തിൻ്റെ കരുതുന്ന കരം. അങ്ങനെയെങ്കിൽ നീ നിന്നെ മനുഷ്യരെയല്ല കാണിക്കേണ്ടത്, നിന്നെ തന്നെ ദൈവസന്നിധിയിൽ അവൈലബിൾ ആക്കുക. നിന്നെ തന്നെ ദൈവസന്നിധിയിൽ അവൈലബിൾ ആക്കുക. ദൈവം നിന്നെ ഒരുക്കിയെടുക്കും. ദൈവം നിന്നെ ഒരുക്കിയെടുക്കും. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുവാൻ ദൈവം നിന്നെ ഒരുക്കിയെടുക്കും. ദൈവത്തോട് ഇടപെട്ടാട്ടെ. ദൈവം നിൻ്റെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. ദൈവം നിൻ്റെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. ഓ ലോർഡ്, ഐ ലവ് യു. താങ്ക് യു ഫാദർ. താങ്ക് യു. ലവ് യു ഡാഡ്. ലവ് യു. ലോകം നേടുവാനുള്ള യാത്ര വിട്ട് ക്രിസ്തുവിൽ ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക്, എന്നപ്പൻ്റെ അടുക്കലേ യാത്രയെങ്കിൽ, സ്നേഹിതർ വിട്ട് പിരിയുമ്പോഴും ഞാൻ ഓരോ പടി കൂടെ ദൈവത്തോട്
പിതാവിനോടും പുത്രനോടും ആത്മാവിലുള്ള കൂട്ടായ്മയിൽ കാത്തിരിക്കുന്ന എൻ ദൈവത്തോട് ലോകം വെറുത്തു ഞാൻ യാത്രയാണേ. ലോകത്തിലേക്കല്ല, ലോകം വെറുത്ത് ഞാൻ യാത്രയാണ്. ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ സ്നേഹിക്കരുത്. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു കൂട്ടം ഭുജങ്ങളെ നോഹയെ പോലെ, മോശയെ പോലെ, ജോഷുവെ പോലെ, ക്രിസ്തുവെ പോലെ അങ്ങ് ഈ ജനത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരുക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ വചന യേശയ്യാ 40 ഇങ്ങനെ പറയുന്നു, 9-10 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: സർവ്വജഡവും ദൈവത്തിൻ്റെ മഹത്വം കാണൂ. ഇതാ നിങ്ങളുടെ ദൈവം, യഹോവയായ ദൈവം ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം ക്രിസ്തു അവന് വേണ്ടി വാഴും. ക്രിസ്തുവെ പോലെ, ക്രിസ്തുവിലുള്ള അനേക ഭുജങ്ങളെ ദൈവം അന്വേഷിക്കുന്നു. അതിലൊന്ന് നീയായിരുന്നു, അതിലൊന്ന് നീയാണ്. ഇന്ന് നിന്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ ആത്മാവ് സാക്ഷ്യം പറയുന്നുവെങ്കിൽ ദൈവസന്നിധിയിലേക്ക് 2 കരങ്ങൾ ഉയർത്തി, അപ്പാ ഇതാ എൻ്റെ ജീവിതം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അല്പ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇതെൻ്റെ ഉടമസ്ഥനെ അങ്ങേക്ക് വേണ്ടി ജീവിപ്പ് ഞാൻ സമർപ്പിക്കുന്നു. തീരുമാനമെടുക്കുന്ന വ്യക്തികൾക്കായി സ്തോത്രം. സ്വർഗ്ഗസ്ഥ പിതാവേ, മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ നല്ല ആത്മാവ് ക്രിസ്തുവിലെ മക്കളോട് ഇടപെടുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അത്ഭുതകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരെ വിളിച്ച ആ ലക്ഷ്യത്തിലെത്തുവാൻ തക്കവണ്ണം ഇവരെ മോശയെ 40 വർഷങ്ങൾ അമ്മായിയപ്പൻ്റെ ചട്ടിയും കലവും കഴുകുന്നവനായി നിർത്തി ഒരുക്കിയതുപോലെ ഇവരെ ഏത് തലത്തിൽ എങ്ങനെ ഒരുക്കണമോ അതങ്ങ് അറിയുന്നു. അതേ രീതിയിൽ ഒരുക്കിയെടുത്ത് അങ്ങയുടെ നല്ല ഭുജങ്ങളായി അങ്ങ് ഉപയോഗിച്ചാട്ട് അങ്ങയുടെ അത്ഭുതകരങ്ങൾ ഏൽപ്പിക്കുന്നു. കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ജനത്തിൻ്റെ എല്ലാ താൽക്കാലിക ആവശ്യങ്ങളുടെ മേലും അങ്ങയുടെ മഞ്ഞും മഴയും അയക്കണമേ. അങ്ങയുടെ സാന്നിധ്യവും തേജസ്സും അങ്ങയുടെ മക്കളോട് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ ഈ രോഗമുള്ള ഭാഗങ്ങളെ കരങ്ങളെ വെച്ചാട്ടെ. യെസ്, എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാണ്. Be free in the name of Jesus. ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ദൈവിക സൗഖ്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ദൈവിക ഐശ്വര്യം നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. കുടുംബങ്ങളിലുള്ള എല്ലാ സമാധാനക്കേട് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുക. സർവ്വമഹത്വം പിതാവ് അങ്ങേക്ക് തരുന്നു. കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.